8.5 വർഷമായിട്ട് RCMൽ ഫാമിലിയോടൊത്ത് പ്രവർത്തിക്കുന്നു. 9 വർഷമാകുമ്പോൾ ഈ ഓഗസ്റ്റ് 15-ാം തീയതിക്ക് ഞാൻ RCMൽ 9 വർഷമാവുന്നു. RCMൽ വന്നതിന് ശേഷം ഞാൻ ഉറച്ച തീരുമാനമെടുത്തു. വിജയിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായപ്പോൾ, ഇത് ഏറ്റവും നല്ല അവസരമാണെന്ന് മനസ്സിലായപ്പോൾ, മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട്, മറ്റുള്ളവർക്ക് ആരോഗ്യം കൊടുത്തുകൊണ്ട്, മറ്റുള്ളവർക്ക് സഹായം ചെയ്തുകൊണ്ട് വിജയിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രസ്ഥാനമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എടുത്ത തീരുമാനമാണ് ഒരിക്കലും ചഞ്ചലിക്കാത്ത തീരുമാനം, ഒരിക്കലും വ്യതിചലിക്കാത്ത തീരുമാനം. ഞാൻ തീരുമാനമെടുത്ത അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ മനസ്സ് ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും RCM നിന്നും വ്യതിചലിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ 18 മാസം കൊണ്ട് സ്റ്റാർ പ്ലാറ്റിനം, 31 മാസം കൊണ്ട് എമറാൾഡ്, 52 മാസം കൊണ്ട് സ്റ്റാർ എമറാൾഡ്, ഇന്ന് നിങ്ങളുടെ മുന്നിൽ സ്റ്റാർ എമറാൾഡ് അച്ചീവർ, അതിലുപരി കമ്പനിയുടെ റൈസിംഗ് കോർ ലീഡറായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. ഞാൻ RCMൽ അച്ചീവ് ചെയ്തു എന്നത് മാത്രമല്ല, എൻ്റെ ടീമിൽ 32ഓളം ടെക്നിക്കൽ അച്ചീവർമാരെ എൻ്റെ ലീഡേഴ്സിന്റെ സഹായത്തോട് കൂടിയിട്ട് ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ലീഡേഴ്സ് പറയുന്ന അവരുടെ സപ്പോർട്ട് നേടിക്കൊണ്ട് തന്നെ 4 എമറാൾഡ്, 1 സ്റ്റാർ എമറാൾഡ് അടക്കം 32 ടെക്നിക്കൽ അച്ചീവർമാരെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. അതായത് ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സാധിച്ച ഒരു കാര്യമല്ല. RCM എന്ന പ്രസ്ഥാനത്തെ വ്യക്തമായിട്ട് ഉൾക്കൊണ്ട് അടിയുറച്ച് പ്രവർത്തിച്ചതിന്റെ ഒരു ഫലമാണ്. അപ്പൊ നിങ്ങളും അതിന് തയ്യാറാണോ? എത്ര പേര് ഉറച്ച തീരുമാനം എടുത്ത ആളുകളുണ്ട്? ഞാൻ RCMൽ വിജയക്കൊടി പാറിച്ചിട്ടേ അടങ്ങൂ, എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ വിജയിച്ചടങ്ങും. അങ്ങനെ എത്ര പേരുണ്ട്? ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൈപൊക്കിക്കോളൂ. നിങ്ങളുടെ ആക്ടിവിറ്റീസ് പുതിയ ആളുകൾ കൂടി ഒന്ന് കാണട്ടെ. അതിന് വേണ്ടിയിട്ടാണ്. കമ്പനിയെ കണ്ടിട്ടോ പ്രൊഡക്റ്റ് കണ്ടിട്ടോ ഒന്നല്ല നമ്മുടെ കൂടെ ആളുകൾ വരുന്നത്. നമ്മുടെ ഇന്തൂസിയാസം, നമ്മുടെ പ്രസരിപ്പ്, നമ്മുടെ എനർജി, ഇത് കണ്ടിട്ട് ആളുകൾ വരുന്നത് അല്ലേ? അപ്പൊ ഓരോരുത്തരും ഹാൻഡ് റൈസ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ നോക്കുന്നുണ്ട്. പുതിയ വ്യക്തികൾ ആരെങ്കിലും കയറിയിട്ട് അവർ നോക്കുന്നത് ആരെ ഹാൻഡ് റൈസ് ചെയ്യുന്നത്. വാവ്, സൂപ്പർ. ഇനി നിങ്ങളുടെ ടീം ഇരുന്ന് കാണുന്നുണ്ടെങ്കിലോ, യെസ്, എൻ്റെ ലീഡർ ഉറച്ച തീരുമാനം എടുത്ത ഒരാളാണ്. അപ്പൊ നമ്മൾ തന്നെയാണ് നമ്മളെ വിജയിപ്പിക്കുന്നതും നമ്മൾ തന്നെയാണ് നമ്മളെ വിജയിക്കാതിരിക്കുന്നതും. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മുടെ ഇന്തൂസിയാസം, നമ്മുടെ പ്രസരിപ്പ്, ഇതൊക്കെയാണ് ആളുകൾ ഫസ്റ്റ് കാണുന്നത് അല്ലെ? കമ്പനിയെയും പ്രൊഡക്റ്റിനെയും ലീഡേഴ്സിനെയും ഒക്കെ പിന്നെ കാണുള്ളൂ അല്ലെ? അപ്പൊ ഇവിടെ ഒത്തിരി പേര് ഉറച്ച തീരുമാനം എടുത്ത വ്യക്തികളുണ്ട്. ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ പറ്റും, ഒരു RCM പ്രവർത്തകനാണ് എന്ന് പറയുമ്പോൾ ഭയങ്കര അഭിമാനമുണ്ട്. അപ്പൊ ഞാനൊരു പ്രസന്റേഷന്റെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ഒരു പ്രോഗ്രാം ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. JRCM നമുക്കറിയാം, ഇന്ന് 25 വർഷം എത്തി നിൽക്കുകയാണ്. സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഒരു വർഷത്തില് വിജയകരമായിട്ട് 25 വർഷം പിന്നിട്ട ഇന്ത്യയിലെ ഏക ഡയറക്ട് മാർക്കറ്റിംഗ് കമ്പനിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതാണ് RCM അഭിയാൻ. നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം, ഇന്ന് 25 വർഷം പിന്നിട്ട് നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലാണ് നിൽക്കുന്നത്. നമുക്ക് പറയാം, അഭിമാനിക്കാം. RCMൽ വരുമ്പോൾ ഓരോ വ്യക്തികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? മേക്ക് മണി. എനിക്ക് വരുമാനം ഉണ്ടാക്കണം. ലൈവ് ഹെൽത്തി. എനിക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കണം. ആൻഡ് ബ്ലിസ്ഫുൾ ലൈഫ്. എനിക്ക് അഭിമാനകരമായിട്ട് നല്ലൊരു ജീവിതം ജീവിക്കണം. സന്തോഷകരമായ ഒരു ജീവിതം ജീവിക്കണം. ഇതാണ് RCMലേക്ക് കടന്നു വന്ന് RCM മനസ്സിലാക്കുന്ന ഓരോ വ്യക്തികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ശരിയല്ലേ? ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ RCMൽ ഒരു പ്രൊഫഷനായിട്ട് എടുക്കുന്നതും മുന്നോട്ട് പോകുന്നതും. ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കണം, എൻ്റെ കുടുംബത്തിന്റെ കൂടെ സന്തോഷകരമായിട്ട് ജീവിക്കണം, ആരോഗ്യകരമായ ഒരു ജീവിതം ജീവിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ RCMൽ ഈ ഒരു 9 മണി സമയത്തും 9:30 സമയത്തും ആരൊക്കെയാണോ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത് അവരുടെ ആഗ്രഹം ഇത് തന്നെയാണ്. നമ്മൾ RCMൽ വന്നു, പല വ്യക്തികളോടും ചോദിക്കും എത്ര വർഷമായി? ആള് പറയും ഞാൻ 10 വർഷമായി, ഞാൻ 8 വർഷമായി അല്ലെ, എനിക്കൊന്നും നേടാൻ പറ്റില്ല. പക്ഷെ ചില വ്യക്തികളോട് ചോദിക്കും നിങ്ങൾ എത്ര നാളായി RCMൽ? ആള് പറയും ഞാൻ 6 മാസം കൊണ്ട് സ്റ്റാർ അച്ചീവറായി, ഞാൻ 1 വർഷം കൊണ്ട് റോയൽറ്റി ആയി അല്ലെങ്കിൽ ടെക്നിക്കലായി. ഏതാണ് നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടം? 8 വർഷം കൊണ്ട് എവിടെ എത്തില്ല എന്നുള്ളതാണോ, അതോ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ അച്ചീവ്മെന്റ് നേടിയുള്ളതാണോ? തുടക്കത്തിൽ എന്നോട് ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഗിരീഷ് സാറ് ഏത് JCB കൊണ്ടാ വഴി ഉണ്ടാക്കിയത്?
കാരണം എനിക്ക് വിജയിക്കണമായിരുന്നു. ഞാൻ വിജയിക്കാൻ ആഗ്രഹിച്ചു വന്ന ആളാണ്. ഞാൻ അത്യാവശ്യക്കാരനായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എനിക്ക് സക്സസ് ആവണം. അത് കുറേ സമയം കൊണ്ടല്ല, ഒരു ചുരുങ്ങിയ ടൈം കൊണ്ട് എനിക്ക് സക്സസിലേക്ക് എത്തണം. പറയുന്നത് സക്സസ് ലവ് സ്പീഡ്. എപ്പോഴും സക്സസ് സ്നേഹിക്കുന്നത് സ്പീഡിനെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു ഫോർമുല നമ്മൾ യൂസ് ചെയ്യുക. എനിക്കും ഷോർട്ട് ടൈമില് സക്സസിലേക്ക് എത്തണം. വിജയിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ പ്രവർത്തനത്തിൽ ആ മാറ്റം വരുത്തിയാൽ മാത്രമേ നമുക്ക് ഷോർട്ട് ടൈമില് സക്സസിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അല്ലെ? എല്ലാവരും ഷോർട്ട് ടൈമിൽ അച്ചീവ്മെന്റ് വരാനല്ല ആഗ്രഹിക്കുന്നത്. അത് ലോങ് ടൈമിലാണോ? ഒന്ന് സ്മൈൽ ചെയ്ത് കാണിച്ചാൽ മതി. എത്ര പേര് ഫാസ്റ്റ് ആയിട്ട് അച്ചീവ്മെന്റ് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്? അപ്പൊ നമ്മൾ നോക്കാം, സക്സസ് ലവ് സ്പീഡ്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കാം, എന്തൊക്കെയാണ് സ്പീഡിൽ കാണിക്കേണ്ടത്. നമ്മൾ ആർ സി എമ്മിലേക്ക് വന്നു കഴിയുമ്പോൾ പല വ്യക്തികളും 4-5 വർഷം ആർ സി എമ്മിലായി. അതേ ഡ്രസ്സ്, അതേ ഡ്രസ് കോഡ്, അതേ ലുങ്കി, അതേ മുണ്ട്, പാന്റ്, ചപ്പല്. അതായത് നമ്മൾ ഡ്രസ് കോഡ് മാറ്റത്തില്ല. എല്ലാം നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണം. നമ്മൾ ആർ സി എമ്മില് നല്ലൊരു പ്രവർത്തനമാണെങ്കിൽ നമ്മുടെ ഡ്രസ് കോഡ് മുന്നിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. എന്നൊക്കെ ഏറ്റവും ഫസ്റ്റ് എൻ്റെ ലീഡേഴ്സ് ഫോക്കസ് ചെയ്യാൻ കാരണം എൻ്റെ ഡ്രസ് കോഡ് നമ്പർ 1 ആയതുകൊണ്ടാണ്. അല്ലെ? പല വ്യക്തികളും ആർ സി എമ്മിലുണ്ട്, പക്ഷെ അയൽക്കാർക്ക് പോലും അറിയില്ല അവൻ ആർ സി എം ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? അതേ ഡ്രസ് കോഡ്, അതേ ചലനം, അതേ ചപ്പല്. അങ്ങനെയല്ല. നമ്മളിൽ മാറ്റം വന്നു എന്ന് നമ്മുടെ അയൽക്കാർക്കും നമ്മുടെ വീട്ടുകാർക്കും നമ്മുടെ ടീം അംഗങ്ങൾക്കും ഒക്കെ മാറ്റം വരണം. അവർക്കും ഫീൽ ചെയ്യണം. അപ്പൊ ഇവിടെ ആരെങ്കിലും ആർ സി എമ്മിൽ വന്നിട്ട് ഡ്രസ് കോഡ് മാറ്റിയിട്ടില്ലെങ്കിൽ അതിനർത്ഥം യു ആർ നോട്ട് സീരിയസ്. അത് എത്രയും പെട്ടെന്ന് സെയിൽ ചെയ്യണം, അതായത് ചേഞ്ച് ചെയ്യണം. ആർ സി എമ്മിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഡ്രസ് കോഡിനാണ്. 1-2 ജോഡി ഡ്രസ് എടുക്കുക, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഡ്രസ് കോഡ് നമ്മൾ ചേഞ്ച് ചെയ്യണം. ഇവിടെ ആരെങ്കിലും ചേഞ്ച് ചെയ്യാത്തുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിന് പോയപ്പോ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ ചാലക്കുടി ULP-യിൽ വന്നപ്പോ അദ്ദേഹം ഫസ്റ്റ് ടൈ ഒക്കെ കെട്ടി കോട്ടൊക്കെ ഇട്ട് വന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ അദ്ദേഹത്തിന്റെ ടൈ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തു. അതായത് ആളുകൾ മാറാൻ തയ്യാറാണ്, പക്ഷെ ഒരു പുഷ് ബാക്കിൽ നിന്ന് വേണ്ടി വരും. അല്ലെ? അപ്പൊ ഇന്ന് ഈ ക്ലാസ് കേട്ടിട്ട് ആരെങ്കിലും പ്രോഗ്രാമിലേക്ക് ടൈ കെട്ടാത്തവരുണ്ടെങ്കിൽ, ഷൂ ഇടാത്തവരുണ്ടെങ്കിൽ, ഇൻസൈഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ ഡ്രസ് കോഡ് ചേഞ്ച് ചെയ്യണം. ഇത് നിങ്ങളുടെ ടീം ശ്രദ്ധിക്കും. എപ്പോഴാണ് ലീഡർ ആവുന്നത്? ഒരാളെ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾ ലീഡറാണ്. അപ്പൊ അവരുടെ മുന്നിൽ തുടക്കത്തിലേ നല്ല ഡ്രസ് കോഡിലാണെങ്കിൽ അവരും നല്ല ഡ്രസ് കോഡ് ഇടാൻ തുടങ്ങും. ഇതൊക്കെ നമ്മുടെ സക്സസിലേക്കുള്ള വഴി തുറക്കുന്നതാണ്. ഷോ യുവർ ഹാപ്പിനെസ്. ഓക്കെ, നമ്മൾ ആർ സി എമ്മിൽ വരാത്ത സമയത്ത് നമ്മൾ പൈസ ഇല്ല, ആരോഗ്യമില്ല, ബന്ധങ്ങളില്ല, ദുഃഖിതരാണ്. അല്ലെ? ആർ സി എമ്മിൽ വന്നിട്ടും കരഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറയാ രോന്തുടു എന്ന് പറയാ, രോന്തുടു. അല്ലെ? ഹിന്ദി അറിയുന്ന ആളുകൾക്ക് അറിയാം. രവീന്ദ്രൻ സാറെ, രോന്തുടു ഓക്കലിനെ ആർ സി എം. രോന്തുടുക്കുക 24 മണിക്കൂറും കരഞ്ഞുകൊണ്ടിരിക്കുക. കരഞ്ഞ മുഖം, എപ്പോഴും കരച്ചില്ല. അതില്ല, ഇതില്ല, ഇതില്ല, അതില്ല. നമ്മൾ അതൊക്കെ ഉണ്ടാക്കാനല്ല ആർ സി എമ്മിൽ വന്നിരിക്കുന്നത്. മിനിമം നമുക്കൊരാളെ കാണുമ്പോൾ കരഞ്ഞ മുഖമാണോ, സ്മൈൽ ചെയ്യുന്ന മുഖമാണോ, ഏത് മുഖമാണ് കാണാൻ ആഗ്രഹം? നിങ്ങൾ തന്നെ പറയൂ. കരഞ്ഞ മുഖമുള്ള ഒരാളെ നമുക്ക് ഓക്കെ, ജനുവിനാണെങ്കിൽ നമ്മൾ ആളെ ഒന്ന് ആശ്വസിപ്പിക്കും. എന്നും കരച്ചിലാണെങ്കിലോ നമുക്ക് ആ വ്യക്തിയെ കാണുന്നതിന് നമുക്ക് ഇഷ്ടമുണ്ടാവില്ലേ? ശരിയല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ മുഖത്ത് സ്മൈൽ ഉണ്ടാവണം. അതിൽ ഡോക്ടർ രായൻ സാറ് പറയും, പ്രസാദം വദനത്തിങ്കൽ കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ഉള്ളവനെ പുരുഷോത്തമൻ. എന്താണ്? മുഖത്ത് നല്ല പ്രസാദം ഉണ്ടാവണം. അല്ലെ? ഫസ്റ്റ് അതാ വേണ്ടത്. അപ്പൊ എല്ലാവരും ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ വീട്ടില് പല പ്രശ്നങ്ങളും ഉണ്ടാവും, പക്ഷെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യണം. ഓക്കെ, ഷോ യുവർ മാച്യൂരിറ്റി. എന്താണ്? ആർ സി എമ്മിൽ വന്നു, മാസങ്ങളെത്തി, ഇപ്പോഴും കൊച്ചു പിള്ളേരെ പോലെയാ, കൊച്ചു കുട്ടികളെ പോലെയാ. അല്ലെ? അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ലെവലിനൊത്ത എഡ്യൂക്കേഷൻ കൊണ്ടുവന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് മാച്യൂരിറ്റി വരും. പക്വത, സംസാരത്തിൽ മാറ്റം, എടാപോട വിളി നിർത്തണം, റെസ്പെക്റ്റോട് കൂടി സംസാരിക്കണം, അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കരുത്, എപ്പോഴും കോമഡി പറയരുത്. എന്താണ്? ചില ആളുകൾ എപ്പോഴും വളിച്ച തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കും ടീമിന്റെ മുന്നിൽ. അല്ലെ? ആരാണ് നമ്മളെ വില വെക്കുക? നമുക്ക് നല്ല മാച്യൂരിറ്റി ഉണ്ടാവണം, പക്വത കാണിക്കണം. ചില വ്യക്തികൾ പറയാറില്ലേ,
ആ പെങ്കൊച്ചു നോക്കി കല്യാണം കഴിഞ്ഞ് ഇന്നലെ കല്യാണം കഴിഞ്ഞുള്ളൂ, എന്ത് പക്വത വന്നത് ഭർത്താവിന്റെ വീട്ടിൽ പോയപ്പോ, അല്ലെ? തോന്നാറില്ലേ? ചില വ്യക്തികൾ പറയാറുണ്ട്, സ്റ്റാർ ആവുന്നതിന് മുന്നേ തലേദിവസം വിന്നർ ആയിരുന്നപ്പോൾ ഉള്ള പക്വതയല്ല സ്റ്റാർ ആയി കഴിഞ്ഞപ്പോ മാറി. അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മളിൽ ഒരു മാച്യൂരിറ്റി, പക്വത കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. അത് സംസാരത്തിലായിക്കോട്ടെ, നടത്തത്തിലായിക്കോട്ടെ, നോട്ടത്തിലായിക്കോട്ടെ, നമ്മുടെ എല്ലാ ഡ്രസ് കോഡിലായിക്കോട്ടെ, ഒക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു മാച്യൂരിറ്റി എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം. നമ്മൾ എത്രയും പെട്ടെന്ന് കൊണ്ടുവന്നില്ലല്ലോ, നമ്മുടെ ടീം അങ്ങനെ തന്നെയായിട്ട് മാറും, ഡ്യൂപ്ലിക്കേഷൻ കറക്റ്റ് ആയിട്ട് വരില്ല. അതുകൊണ്ട് നമ്മളിൽ പക്വത എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം. പറയുന്നത് ഷോ യുവർ ലീഡർഷിപ്പ് ക്വാളിറ്റി. അതെല്ലാത്തിലും ഉണ്ട്, ഡ്രസ് കോഡിലും സംസാരത്തിലും ചലനത്തിലും ഒക്കത്തിലും നമ്മൾ ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മൾ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം. 3-4 വർഷം കഴിഞ്ഞിട്ട് ആളുകൾക്കില്ല. എന്താ കാരണം? അതിനർത്ഥം അവരൊന്നും കരച്ചിലാണ്, അവർക്ക് ടീം വളരുന്നില്ല, കാരണം അവർ തുടക്കത്തിലേ ഇത് പഠിച്ചിട്ടില്ല. അടുത്താണ് സ്പീഡ്, ഷോ യുവർ അച്ചീവ്മെന്റ്. ഇതെല്ലാവർക്കും ഇഷ്ടമാണ്, അല്ലെ? ഷോ യുവർ അച്ചീവ്മെന്റ്. പെട്ടെന്ന് എങ്ങനെയും ഒന്ന് എംബ്രാൾഡ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. അങ്ങനെയാവോ? അങ്ങനെയില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നോക്കൂ, എംബ്രാൾഡ് ആവണമെങ്കിൽ ഞാൻ 3 വർഷത്തിലായത്, അപ്പൊ മിനിമം നിങ്ങൾക്ക് 3 വർഷം ആവും, ശരിയല്ലേ? 1 വർഷത്തിലാവോ? ബുദ്ധിമുട്ടാണ്. 3 വർഷത്തിൽ ഞാനായെങ്കിൽ എന്തായാലും ഏകദേശം 2-2.5 വർഷം എന്തായാലും ആവില്ലേ ഇന്നത്തെ സാഹചര്യത്തിൽ? അതൊന്നും ആയി വരാൻ സമയം പിടിക്കും. പക്ഷേ നമ്മൾ ഇപ്പൊ എത്താവുന്ന ലെവൽ ഏതാ? ഒരു പുതിയൊരാൾ വന്നു, ഇപ്പൊ ഏതെങ്കിലും പുതിയ വ്യക്തി ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഷോ യുവർ അച്ചീവ്മെന്റ്. ഈ മാസം തന്നെ ബിഗിനറിലേക്ക് വരണം. 10 മാസം കഴിഞ്ഞിട്ട് ബിഗിനർ വന്നാൽ പോരാ. സ്പീഡ്, യെസ്, ഈ മാസം എനിക്ക് ഓപ്പണർ എത്തണം. ബിഗിനറിൽ നിൽക്കുന്ന ഒരാൾക്ക് സ്റ്റാർട്ടർ ഓപ്പണർ ആവാൻ എനിക്ക് ബോണസ് മേടിക്കുന്ന രീതിയിലേക്ക് മാറണം. അങ്ങനെ ഒരു ഫയർ നമുക്ക് ഉണ്ടാവണം. യെസ്, ഈ മാസം എനിക്ക് സ്റ്റാർ ആവണം, ഈ മാസം ഞാൻ റോയൽറ്റി ആയി കാണിക്കും, സെപ്റ്റംബറിൽ എനിക്ക് ടെക്നിക്കൽ ആവണം. വേണ്ട, സെപ്റ്റംബറിൽ എനിക്ക് ടെക്നിക്കൽ ആവണമെങ്കിൽ ജൂൺ മാസത്തില് സ്റ്റാർ പ്ലാറ്റിനം ആവണം. ജൂൺ മാസത്തിൽ എന്താവണം? ഈ മാസം സ്റ്റാർ പ്ലാറ്റിനം ആവണം. അപ്പൊ ഒരു സ്റ്റാർ ആയിരിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യണം? കഠിന പ്രയത്നം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങല്ല വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് ഫീൽഡ് വർക്ക് ചെയ്യണം, പ്ലാൻ ചെയ്യണം. എനിക്ക് ഈ മാസം സ്റ്റാർ പ്ലാറ്റിനം ആയേ മതിയാവൂ. എന്റെ എ ടീമിലും ബി ടീമിലും ഞാൻ ഓരോ സ്റ്റാറുകളെ ക്രിയേറ്റ് ചെയ്യും. 2 ആൾ രക്ഷപ്പെടില്ലേ? നിങ്ങൾ 2 സൈഡിൽ ഓരോ സ്റ്റാറിനെ ക്രിയേറ്റ് ചെയ്താൽ. അപ്പൊ ഈ മാസം സ്റ്റാർ പ്ലാറ്റിനം ആകുമ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിൽ നിങ്ങൾ ടെക്നിക്കലാ. ഡിസംബറിൽ നിങ്ങൾക്ക് ടെക്നിക്കൽ ആവണമെങ്കിൽ സെപ്റ്റംബറിൽ എന്ത് ചെയ്യണം? സ്റ്റാർ പ്ലാറ്റിനം ആവണം. അപ്പൊ ഇത് ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കാണിക്കണം. നമ്മളൊരു ലെവലിൽ എത്താൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ എഫേർട്ട് അതിന്റെ പിന്നിൽ ഇട്ടാൽ മാത്രമേ സുഹൃത്തുക്കളെ അവിടേക്ക് എത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം. നമ്മുടെ ലീഡറിന്റെ അടുത്ത് പോയിരുന്ന് പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്ത പ്ലാൻ അനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഫാസ്റ്റ് അച്ചീവ്മെന്റ് വരും. എല്ലാവർക്കും അച്ചീവ്മെന്റ് വരാൻ ഇഷ്ടമാണ്, ശരിയല്ലേ? അച്ചീവ്മെന്റ് വരാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? കാരണം കാശ് കിട്ടുമല്ലോ. പക്ഷെ അത് വരാനുള്ള പ്രവർത്തനം ചെയ്യാനോ, അവിടെയാണ് നമ്മൾ പെയിൻഫുൾ ആയിട്ടുള്ളത്. പറയുന്നത് असफलता एक चुनौती है, उसे स्वीकार करो, क्या कमी रह गई देखो और सुधार करो, जब तक सफल न हो नींद चैन को त्यागो तुम, संघर्ष का मैदान मत भागो तुम, कुछ किए बिना जय जयकार नहीं होता, कोशिश करने वाले का कभी हार नहीं होता. എന്താണ് അർത്ഥം എന്ന് പറഞ്ഞാല്? മലയാളം അറിയുന്നവരെ മാക്സിമം. അസഫലത എക്ക് ചുനൗത്തി ഹേ ഉസെ സ്വീകാർ കരോ. പരാജയം എന്ന് പറയുന്നത് ഒരു ചാലഞ്ചാണ്, അതിനെ ഏറ്റെടുക്കുക. ക്യാ കമ്മി രഹ ഗയി ദേഖോ ഓർ സുധാർ കരോ. എന്താണ് കുറവ് വന്നത്, അതിനെ കണ്ടെത്തിയതിനെ പരിഹരിക്കുക. ഈ മാസം ഞാൻ ഇന്ന അച്ചീവ്മെന്റിലേക്ക് എത്താന്ന് പറഞ്ഞിട്ട് എത്തിയില്ലെങ്കിൽ ആ കുറവ് എന്താന്ന് കണ്ടെത്തി അതിനെ പരിഹരിക്കുക. ജബ് തക്ക് സഫൽ നഹോ നീന്ത് ചേൻ കോ ത്യാഗോത്തും. വിജയിക്കുന്നത് വരെ ഉറക്കവും റെസ്റ്റും വിടാ. ഹലോ, വിജയിക്കുന്നത് വരെ ഉറക്കവും റെസ്റ്റും വിടാ. ഉറങ്ങരുത്, റെസ്റ്റ് ചെയ്യണ്ട. അതിന്റെ പിന്നിൽ ഭ്രാന്തമായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. ജബ് തക് സഫൽ നഹോ നീന്ത് ചേനക്കോ ത്യാഗത്വം, സംഘർഷ മൈതാൻ മത്തുഭാഗത്തും. സംഘർഷത്തിന്റെ ഗ്രൗണ്ട് വിട്ടുപോയിരുന്നു. പല ആളുകൾ എന്താണ്, ഒരു ലെവലിലേക്ക് എത്തിയില്ല, അടുത്ത പണിക്ക് പോയി, കൂലിപ്പണിക്ക്. ശരിയല്ലേ? അങ്ങനെയല്ല. നമ്മൾ ആ ഗ്രൗണ്ടിൽ നിന്ന് കഠിനാധ്വാനം ചെയ്ത് പോരായ്മ മനസ്സിലാക്കി അടുത്ത ലെവലിലേക്ക് നമ്മൾ പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ സക്സസ് നമ്മുടെ കൂടെ വരും. ഇന്ന് സക്സസ് ആയി മുന്നേറി നിൽക്കുന്ന ഓരോ ലീഡേഴ്സ് അങ്ങനെയാണ്. സക്സസ് എന്ന് പറയുന്നത് നമ്മൾ വെട്ടിപ്പിടിക്കുന്നതാണ്, സക്സസ് ഉണ്ടാവുന്നതല്ല. അത് നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് അതിൻ്റെ ഉള്ളിൽ പരിശ്രമം ചെയ്യുന്നതാണ്. ഒരു പ്രാവശ്യം സക്സസ് ആയി കഴിഞ്ഞാലോ പരാജയം ആരെങ്കിലും ചോദിക്കുവോ? മേഡം, ഒരു പ്രാവശ്യം എമറാൾഡായി, നീ എത്ര പ്രാവശ്യം പരാജയപ്പെട്ടു എന്ന് ആരെങ്കിലും ചോദിക്കുവോ? ഇല്ല. അവിടെ പിന്നെ സക്സസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ സക്സസിന് വേണ്ടിയിട്ട്, ഒരു അച്ചീവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്പീഡില് അച്ചീവ്മെന്റ് ആയിട്ട് കാണിക്കണം, ടീമിനെ കാണിക്കണം,
വീട്ടുകാരെ കാണിക്കണം, നാട്ടുകാരെ കാണിക്കണം. ഓക്കെ, ഞാൻ ഇന്ന് പുതിയതായിട്ട് വന്ന ഒരാളോട് പറയുന്നത്, നിങ്ങൾ ഈ മാസം തന്നെ ഒരു ഓപ്പണർ ടാർഗറ്റ് ചെയ്യുക. വേണ്ട ഒരു ബിഗിനർ തന്നെങ്കിലും ആവൂ, വേണ്ട സ്റ്റാർട്ടർ ആവൂ. ഇവിടെ ഇരിക്കുന്ന ഒരു ഓപ്പണർ അച്ചീവറിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈഗിൾ തന്നെങ്കിലും ആവൂ. ഈഗിൾ അച്ചീവറിനോട് പറയാനുള്ളത്, നിങ്ങൾ റണ്ണർ ആവൂ, വിന്നർ ആവൂ. ഇനി കൂടുതൽ തീയുള്ള ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ സ്റ്റാർ ആവൂ. ഈ മാസം ടെക്നിക്കൽ അവൻ ആഗ്രഹിക്കുന്ന ആളുകളോട് പറയും, ഈ മാസം നിങ്ങൾ സ്റ്റാർ പ്ലാറ്റിനം ആവും. തീയുണ്ടാവണം. സെപ്റ്റംബറിൽ ഞാൻ ടെക്നിക്കൽ ആയിരിക്കും. ഇത് തീയ, ഫയറാ. അത് ടെക്നിക്ക്, അത് സെപ്റ്റംബറിൽ ചിന്തിച്ചിട്ട് കാര്യമില്ല, ഈ മാസം ചിന്തിക്കണം. കാരണം ഈ മാസം സ്റ്റാർ പ്ലാറ്റിനം ആവണം. ഷോ യുവർ അച്ചീവ്മെന്റ്. ഞാൻ ഇതാ ചെയ്തിരുന്നത്. എൻ്റെ ഉള്ളിൽ വിജയിക്കാനുള്ള തീ വന്നപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യും, അതിനനുസരിച്ച് ഞാൻ ടാർഗറ്റ് എടുത്ത് വർക്ക് ചെയ്യും. അപ്പോൾ എൻ്റെ ടീമിന് പ്രചോദനമായി. ഞാൻ വിജയിക്കുന്ന കാണുമ്പോൾ എൻ്റെ ടീമിനെയും കൂടി കൊണ്ടുവരാണ്. എൻ്റെ വിജയമാണ് എൻ്റെ ടീം കാണുന്നത്. അവര് എന്നെക്കാളും താഴെയുള്ള ലെവലല്ല, പക്ഷെ എൻ്റെ വിജയം കണ്ടപ്പോൾ അവർക്ക് ഗിരീഷ് സാറിന് ഇവിടെ ഒന്നുമില്ലാത്ത ഒരു ലെവലിൽ എത്താതിരുന്ന ഗിരീഷ് സാർ ഇവിടെ എത്തിയെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്താൻ പറ്റും. അവർക്കും പ്രചോദനം കൂടി. അപ്പോൾ എല്ലാവരും തീരുമാനം എടുക്കുക, അച്ചീവ്മെന്റ് നിങ്ങളുടെ എത്രയും പെട്ടെന്ന് ടീമിനെ കാണിക്കുക. ഷോ യുവർ ബിഗ് ചെക്ക് സൈസ്. എന്താണ് അപ്പൊ അച്ചീവ്മെന്റ്? ഇത് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷം അല്ലെ? വലിയ ചെക്ക് സൈസ് അല്ലേ മാഡം? 2020 മാഡത്തിന്റെ പേര് എനിക്കറിയില്ല. മാഡം വീഡിയോ കോൺ ചെയ്തിരിക്കുന്നുണ്ട്. ഷോ യുവർ ബിഗ് ചെക്ക് സൈസ്. നല്ലൊരു ചെക്കിന്റെ സൈസ്, നല്ലൊരു കമ്മീഷൻ വന്നാലോ ആരെ മുന്നും മോട്ടിവേറ്റ് ആവാ? രവീന്ദ്രൻ സാറ് മുന്ന് നാട്ടുകാരെയല്ല നമ്മൾ കാണിക്കുക. നമ്മുടെ കമ്മീഷൻ നമ്മൾ സ്വയമാണ് കാണുന്നത്. ശരിയല്ലേ? ഏറ്റവും ഫസ്റ്റ് ആ ചെക്ക് കണ്ടിട്ട് നമ്മൾ തന്നെ മോട്ടിവേറ്റ്. ദൈവം ഇത്ര കമ്മീഷൻ വന്നോ? ശരിയല്ലേ? നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ വരും നമ്മുടെ കമ്മീഷൻ കണ്ടിട്ട്. കാരണം മണി ഈസ് ദ പെർമനന്റ് മോട്ടിവേഷൻ. ആരോഗ്യമല്ല പെർമനന്റ് മോട്ടിവേഷൻ, പൈസയാണ് പെർമനന്റ് മോട്ടിവേഷൻ. അതുകൊണ്ട് നമ്മുടെ വലിയൊരു ചെക്ക് സൈസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് എനർജി വരും. അത് നമ്മൾ തിരിച്ചു കാണിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് എനർജി വരും. ഹലോ, അപ്പൊ അതുകൊണ്ട് ഇത് ഷോ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ചെക്ക് സൈസ് കാണിക്കണം. ഒരാൾ ആർസിമിലേക്ക് വന്നു, 1 വർഷം കഴിഞ്ഞിട്ടും 100 രൂപയുടെ ചെക്കാണെങ്കിൽ ആരാ നമ്മുടെ കൂടെ വരാ? പറയൂ. ഒരു 6 മാസം കൊണ്ട് സ്റ്റാർ ആയാലോ, ഒരു 20,000 രൂപയുടെ ചെക്ക് കണ്ട് കാണിച്ചാലോ, ആളുകൾ നമ്മുടെ കൂടെ വരും, അവർക്ക് വിശ്വാസം വരും. അതുകൊണ്ട് ചെക്ക് സൈസ് കൂട്ടണം. പിന്നെന്താണ്? ഒരു സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ ആകുമ്പോഴേക്കും ഒരു പുതിയ കാറൊക്കെ എടുത്തിങ്ങനെ വിലസണം നമ്മൾ, അല്ലെ? ആർസിമിൽ വന്ന് 5 വർഷമായി 10 വർഷമായി ഇപ്പോഴും അതേ മോട്ടോർ സൈക്കിള്. അവനൊന്നും വിജയിക്കുന്നില്ല എന്ന് പറയും. നമ്മുടെ വിജയം മറ്റുള്ളവർ കാണുകയും കൂടി വേണം. അനാവശ്യമായിട്ടുള്ളത് കാണിക്കരുത്. ഒരു സ്റ്റാർ പ്ലാറ്റിനം ആകുമ്പോൾ ഒരു 1,50,000 വരുമാനം വരുമ്പോൾ നമ്മൾ ഒരു പുതിയ കാർ എടുക്കും. ഞാൻ പറയാം, അതിക്ക് മുന്നെടുക്കണ്ട, അതിക്ക് മുന്നേ നിങ്ങൾ മോട്ടോർ സൈക്കിൾ കറങ്ങിക്കോളൂ. ആളുകൾ കാണട്ടെ നമ്മൾ മോട്ടോർ സൈക്കിളിലൊക്കെ പോയിട്ട് കഷ്ടപ്പെടുന്നത്. ശരിയല്ലേ? അതിനുശേഷം നമ്മളുടെ ഡ്രസ് കോഡ് മാറി, നമ്മുടെ എന്താ പറയാ സംസാര ശൈലി മാറി, നമ്മൾ പുതിയൊക്കെ കാർ എടുക്കുമ്പോൾ ആളുകൾക്ക് തോന്നും ഇവൻ ജനൂനായിട്ട് ലെവൽ അപ്പ് ചെയ്തതാണ്, അല്ലേ? ഇനി കാർ എടുക്കുന്ന പറയും എന്താണ്? സ്റ്റാർ പ്ലാറ്റിനം ആയിട്ട് കാർ. സ്റ്റാർ പ്ലാറ്റിനം എന്താവുന്ന 10 വർഷം കിട്ടും. അങ്ങനെയല്ല, ഇത്ര സമയം കൊണ്ട് ഞാൻ സ്റ്റാർ പ്ലാറ്റിനം ആവും, അപ്പൊ എന്റെ അക്കൗണ്ടിലേക്ക് 1,50,000 രൂപ വരും, അപ്പൊ ഞാൻ കാർ എടുക്കും. അങ്ങനെ ഡിസൈഡ് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇത് സ്പീഡിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയോ? ഞാൻ പറയും നിങ്ങളുടെ ടീം കുതിച്ചുയരും. കാരണം നിങ്ങളുടെ കൂടെ വന്ന എല്ലാവരും കോൺഫിഡൻസ് കൂടും, സ്വയം നമ്മുടെ കോൺഫിഡൻസ് കൂടും. അപ്പൊ ആരെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ ഇനിയും തീരുമാനം എടുക്കാത്ത വ്യക്തികളുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യണം, അല്ലെ? മറ്റുള്ള മേഖലകളിൽ എത്ര വർഷം വർക്ക് ചെയ്തിട്ട് എന്താ നമ്മൾ എന്തെങ്കിലും നേടിയോ? അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിനൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മുടെ ആർസിഎം ഷോപ്പുകളുണ്ട്. കേരളത്തിൽ തന്നെ 1,500ഓളം ആർസിഎമ്മിന്റെ ഷോപ്പുകളുണ്ട്. ഓൾ ഓവർ ഇന്ത്യയിൽ 15,000 ഷോപ്പുണ്ട്. ചേഞ്ച് ദ ഷോപ്പ്, ചേഞ്ച് ദ ബ്രാൻഡ്. നമ്മൾ ആർസിഎമ്മിന്റെ ഷോപ്പിൽ നിന്ന് ഉൽപ്പന്നം മേടിക്കുന്ന ഒരു ശീലം കൊണ്ടുവരാം. മാർക്കറ്റിൽ നിന്ന് ഒന്നും മേടിക്കുന്നത്, ഓൺലി ബൈയിങ് പ്രൊഡക്ട്സ് ഫ്രം ആർസിഎം ഷോപ്പ്. ആർസിഎമ്മിന്റെ ഷോപ്പിലല്ലാതെ നമ്മൾ പോകുന്ന ഒരു കാര്യം ചിന്തിക്കാതിരിക്കുക. ഞാൻ 8.5 വർഷമായിട്ട് ആർസിഎം പ്രൊഡക്ട്സ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. മിലിറ്ററി ക്യാൻറ്റീനിൽ പോയിട്ടേ ഇല്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ സ്റ്റാർ ബ്രാൻഡ് അച്ചീവർ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഓരോ പ്രൊഡക്റ്റുകളും, ഇന്ന് പറയുന്നത് 9,000-ലധികം പ്രൊഡക്റ്റുകൾ ഉണ്ടെന്ന് പറയുന്നത്. 9,000-ൽ മോർ ദാൻ 9,000 പ്രൊഡക്ട്സ്. അപ്പൊ എന്തിനാ നമ്മൾ പുറത്തു പോകുന്നത്? അപ്പൊ 100% പ്രൊഡക്റ്റ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുക. നമ്മൾക്ക് എന്താ ചെയ്യാനുള്ളത്? ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് എന്താ ചെയ്യാനുള്ളത്?
ഇത് ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത്, ഹിന്ദിയാണ് വാക്ക്. ഇത് എന്തിനാ വെച്ചാൽ ഒരു ഡിഫറൻറ്റ് കൊണ്ടുവരാനാ. അപ്പൊ നമ്മൾ കേൾക്കുന്ന വാക്ക് തന്നെയാണെങ്കിൽ പോലും നമുക്ക് പറയില്ലേ, ഒരു വ്യത്യസ്തമായി കേട്ട് കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ട് ഓർമ്മയിൽ നിലനിൽക്കും. വാട്ട് ഷുഡ് വി ഡു, നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട്? ഫസ്റ്റ് എന്താണ്? ഖരീദന, പർച്ചേസ് ചെയ്യുക. ഇത് പർച്ചേസ് അല്ലേ, അത് തന്നെയാണ് സംഭവം. നമ്മൾ സാധനങ്ങൾ വാങ്ങണം. എന്തിനു വേണ്ടിയിട്ടാ? ഫോർ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. ഇത് ഉപയോഗിക്കണം, നമ്മൾ വാങ്ങി നമ്മൾ ഉപയോഗിക്കണം, 100% ഉപയോഗിക്കണം. ഒരു പ്രൊഡക്റ്റ് പോലും മാർക്കറ്റിൽ നിന്ന് മേടിക്കണ്ട. ഗുഡ് മോർണിംഗ് തുടങ്ങി ഗുഡ് നൈറ്റ് ഉള്ള എല്ലാ ഉൽപ്പന്നങ്ങളും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം, നിങ്ങൾ ഇരിക്കുന്നതിന്റെ മേലെ ഫാൻ കറങ്ങുന്നുണ്ടായിരിക്കും അല്ലെ, അത് RCMന്റെ ആണോ? പിന്നെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ കിടക്കാൻ പോവും, ബെഡ്ഷീറ്റ് RCMന്റെ ആണോ? മേഡം, നിർമ്മല മേഡം തലയാട്ടുന്നുണ്ട്. ബാക്കിയുള്ളവരൊന്ന് ആലോചിച്ച് നോക്കി, എത്ര പേരുണ്ട്? 100. അതെ, സരീന്ദ്രി മേഡം പറയുന്നുണ്ട് 100% നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. മല്ലി, മുളക്, മഞ്ഞൾ, ഉപ്പ്, സോപ്പ്, ആട്ട, ഓയില്, ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ്, ക്രീം, പൗഡർ, എവരിത്തിങ് RCM, ഓയിൽ RCM ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. 100% പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് ആരോഗ്യം കിട്ടും. ആരോഗ്യം കിട്ടിയ ആളുകൾ ഇവിടെ ഇരിക്കുന്നത്. രണ്ടാമത്തെ എന്ത് ചെയ്യണ്ടേ? നമ്മൾ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലായി. രണ്ടാമത്തെയാണ് ബേച്ചന. എഴുതി വെച്ചോ, ഈ ഹിന്ദി വേടൊക്കെ ഇങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. ബേച്ചന എന്ന് പറഞ്ഞാല് സെയിൽ ചെയ്യുക, ഫോർ ഹെൽപ്പ്. നമുക്ക് ആരോഗ്യം കിട്ടിയ പോലെ മറ്റുള്ളവർക്ക് ആരോഗ്യം കിട്ടാനുള്ള മനോഭാവത്തോടു കൂടി സെയിൽ ചെയ്യുക, അല്ലെ സരീന്ദ്ര മേഡം? കാശിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മൾക്ക് ആരോഗ്യം കിട്ടിയ പോലെ മറ്റുള്ളവർക്ക് ആരോഗ്യം കിട്ടാനുള്ള മനോഭാവത്തോടു കൂടി നമ്മൾ ഈ പ്രൊഡക്റ്റ് ജനങ്ങൾക്ക് കൊടുക്കുക, പ്രാർത്ഥിച്ചിട്ട് കൊടുക്കുക. ഒരു റൈസ് പാനോയിൽ കൊടുക്കുമ്പോൾ പ്രാർത്ഥിക്കണം, ദൈവമേ ഇദ്ദേഹത്തിന്റെ പ്രഷർ മാറണേ, ഷുഗർ മാറണേ, കൊളസ്ട്രോൾ മാറണേ, അറ്റാക്ക് വരാതിരിക്കണേ, അല്ലെ? നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റും കൊടുക്കുമ്പോൾ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് ആളുകൾക്ക് ആരോഗ്യം കിട്ടുന്നത്. അപ്പോ ഫോർ ഹെൽപ്പ്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും PV കൂട്ടാനും. ആൻഡ് PV, ഇൻക്രീസ് യുവർ PV, പണം വരും. പർച്ചേസ് വോളിയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് പണം വരും. അപ്പൊ നമ്മൾ ഉപയോഗിക്കുകയും സെയിൽ ചെയ്യുകയും ചെയ്താൽ എന്താണ്? PV കൂടി. ഇനി എന്താ ചെയ്യേണ്ടത്? ബേച്ചന കഴിഞ്ഞാൽ പിന്നെ എന്താ കഴിയേണ്ടത്? ജോഡന, ആളുകളെ ജോയിൻ ചെയ്യിക്കണം. ആളുകളെ ജോയിൻ ചെയ്യിക്കണം, നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യിപ്പിക്കണം. ആരാണ് നമ്മുടെ കൂടെ ഉപയോഗിച്ച് തുടങ്ങിയത് അവരെ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരണം. കാരണം നമ്മൾ വന്നിരിക്കുന്നത് സെക്യൂരിറ്റി, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെ? നാളെ നമ്മളില്ലാത്തൊരവസ്ഥ വന്നാലും നമ്മുടെ കുടുംബം സുന്ദരമായിട്ട് ജീവിക്കണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ബിൽഡ് എ സ്ട്രോങ് നെറ്റ്വർക്ക്. ആളുകളുടെ കൂട്ടായ്മ ഉണ്ടാക്കണം. അപ്പൊ ഈ കൂട്ടായ്മയുള്ള ആളുകൾ ഉപയോഗിക്കും, അല്ലെ? നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ലക്ഷം PV സ്വന്തം ഐഡിയിൽ അടിച്ച് നിങ്ങൾക്ക് സ്റ്റാർ ആവാം. എന്താണ്? 3 ലക്ഷം PV സ്വന്തം ഐഡിയിൽ അടിച്ച് നിങ്ങൾക്ക് സ്റ്റാർ അച്ചീവർ ആവാം. എത്ര പ്രാവശ്യം ആവാൻ പറ്റും? നിങ്ങൾക്ക് വേണമെങ്കിൽ 350 പേരെ RCMലേക്ക് കൊണ്ടുവന്ന് അവരെ കൊണ്ട് 1000 PV പർച്ചേസ് ചെയ്യിപ്പിച്ച് അവരുടെ വീട്ടിലേക്ക് മല്ലി, മുളകും, മഞ്ഞളും, ഉപ്പും, സോപ്പും ഉപയോഗിപ്പിച്ച് നിങ്ങൾക്ക് സ്റ്റാർ ആവാം. ഏതാ നല്ലത്? ഏതാണ് സ്ട്രോങ്? അപ്പൊ എല്ലാ മാസം അവർ മേടിക്കും. ഞാൻ പറയുന്നത് ബിൽഡ് എ സ്ട്രോങ് നെറ്റ്വർക്ക് ഫോർ യുവർ ബ്രൈറ്റ് ഫ്യൂച്ചർ. നിങ്ങളുടെ വരും തലമുറകളുടെ ഫ്യൂച്ചറിന് വേണ്ടി നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യണം. ഇനി എന്താ ചെയ്യേണ്ടത്? സീഖ്ന എന്ന് പറഞ്ഞാൽ പഠിക്കണം. 4 ഹിന്ദി വാക്ക് പഠിച്ചില്ലേ? ഖരീദന, ബേച്ചന, ജോഡന, സീഖ്ന. ഇതൊരിക്കലും അവസാനിക്കുന്നില്ല. സീഖ്ന എന്ന് പറഞ്ഞാൽ ഫോർ ഗുഡ് ലീഡർഷിപ്പ്, നല്ല ലീഡർഷിപ്പ് വരാൻ. ഇവിടെ ഇരിക്കുന്ന മാക്സിമം എല്ലാവർക്കും തോന്നിയിട്ടില്ലേ, RCMയിൽ വന്ന ഒരു ക്വാളിറ്റി അല്ല എനിക്കുള്ളത്, എൻ്റെ ക്വാളിറ്റി കൂടി, എന്നിലെ ലീഡർഷിപ്പ് വർദ്ധിച്ചു എന്ന് എത്ര പേർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്? യെസ് സാറേ, ഞാൻ സംസാരിക്കാൻ പഠിച്ചു, ആളുകൾ ഫേസ് ചെയ്യാൻ പഠിച്ചു, എൻ്റെ പേടി മാറി. എത്ര പേർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്? ഇതിലിരിക്കുന്ന 400 ഏകദേശം 500ഓളം പേരുണ്ട്. എത്ര പേർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എൻ്റെ ക്വാളിറ്റി കൂടിയെന്ന്? എത്ര പേർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്? വെരി ഗുഡ്, സൂപ്പർ. പോറ്റെ ഹാൻഡ് റൈസ് ചെയ്യൂ, നോക്കട്ടെ എത്ര പേർക്ക് കൂടി എന്നുള്ളത്. അടിപൊളി, വെരി ഗുഡ്. അതാണ് RCM. വെറുതെ നമ്മൾ എന്താ പറയാ, പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ആരോഗ്യം കിട്ടി അങ്ങനെ മാത്രമല്ല, നമ്മുടെ ലീഡർഷിപ്പ് കൂട്ടണം. ഞാൻ മുന്നേ പറഞ്ഞു, മാച്യൂരിറ്റി, ലീഡർഷിപ്പ് ക്വാളിറ്റി, ഇത് കൂട്ടണമെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യണം, നമ്മൾ സെമിനാറുകൾ അറ്റൻഡ് ചെയ്യണം, നമ്മൾ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യണം. ട്രെയിനിങ്ങിൽ നമ്മുടെ സ്കില്ല് കൂടും. നമ്മൾ പറയാൻ പഠിക്കും.
നമ്മൾ കേട്ടാൽ എത്ര പഠിക്കുന്നുവോ അതിനേക്കാൾ കൂടുതൽ നമ്മൾ കേൾപ്പിച്ചാൽ പഠിക്കും. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താലാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്, അല്ലേ? എനിക്ക് തോന്നുന്നു സ്കൂളുകളിൽ ടീച്ചർമാർ പോയിട്ട് പഠിപ്പിക്കും. എന്തോരം കഷ്ടപ്പെട്ട ടീച്ചർമാർ പോയി പഠിപ്പിക്കണമെന്നറിയോ? കുട്ടികൾ പഠിക്കുന്നുണ്ടോ? ആർക്കാ കൂടുതൽ ബുദ്ധിമുട്ട്? ടീച്ചറിനാണോ കുട്ടികൾക്കാണോ? ടീച്ചേഴ്സിനാ. ഞാൻ പറയുന്ന ഒരു കാര്യം, അവിടെ ടീച്ചേഴ്സിന് അതേ സാലറി കിട്ടുള്ളൂ എത്ര പഠിച്ചാലും. പക്ഷെ RCBയിൽ ഒന്ന് പഠിച്ചു നോക്കി, ആ പഠിക്കുന്ന ഒരു ശീലം RCBയിൽ കൊണ്ടുവന്ന് നോക്കി. പല വ്യക്തികൾക്കും മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അലർജിയാ. എന്ന് നിങ്ങൾക്ക് മീറ്റിംഗ് എന്ന് പറയുമ്പോൾ, സെമിനാർ എന്ന് പറയുമ്പോൾ, ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉത്സാഹം വരുന്നോ, അന്ന് നിങ്ങൾ യഥാർത്ഥ പാതയില. ആ ലീഡറിന്റെ മീറ്റിംഗ് ഞാൻ കേട്ടല്ലേ, ആ ലീഡറുടെ ക്ലാസ് ഞാൻ കേട്ടതല്ലേ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മൾക്ക് പഠിക്കാനുള്ള ഒരു മനോഭാവം ഇല്ലാന്ന്. ഞാൻ ഇന്നും ഏതൊരു ക്ലാസ്സിന് ഇരുന്നാലും ഒരു പുതിയ ക്ലാസ് കേൾക്കുന്ന പ്രതീതിയോട് കൂടി ഞാൻ ഇരിക്കുക. പുതിയ ക്ലാസ് കേൾക്കുന്ന പ്രതീതിയോട് കൂടിയിട്ട് അതിന് എന്തെങ്കിലും ഒന്ന് ഒപ്പിയെടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. നമുക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കാൻ പറ്റും, നമുക്ക് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാൻ പറ്റും. മറ്റൊന്നല്ല, ഒബ്സർവേഷൻ പവർ ഏറ്റവും നന്നായിട്ട് ഉണ്ടാവണം. ലീഡറിന്റെ ആക്ടിവിറ്റി, നമ്മൾ ലീഡർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ സ്റ്റേജ് പെർഫോമൻസ് ആഗ്രഹിക്കുന്നുണ്ടോ? നാലാളെ അംഗീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ലീഡറിനെ ഒബ്സർവ് ചെയ്യണം. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹത്തിന്റെ സംസാരം, അദ്ദേഹത്തിന്റെ സ്ലാങ്, അദ്ദേഹത്തിന്റെ പഞ്ച്, അദ്ദേഹത്തിന്റെ വോയിസ് മോഡുലേഷൻ, ഇതെല്ലാം പഠിക്കണം നമ്മള്. പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല. അതുകൊണ്ട് ശീക്കന, പഠിക്കാൻ തയ്യാറാണോ? എത്ര പേര് പഠിക്കാൻ തയ്യാറാണ്? വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നവർ ഇങ്ങനെ എനിക്ക് ടാറ്റ തന്നാ മതി, ഹാൻഡ് റൈസ് ചെയ്യണ്ട. എത്ര പേര് പഠിക്കാൻ തയ്യാറാ? വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നത് ടാറ്റ തന്നാ മതി. യെസ്, എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് എത്ര പേരുണ്ടെന്ന്. അപ്പൊ നമ്മൾ പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഹാൻഡ് റൈസ് ചെയ്യണ്ട. ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എനിക്ക് ഡൗൺ ചെയ്യേണ്ടി വരും കേട്ടോ. അതുകൊണ്ടാണ് ഈ ഹാൻഡ് റൈസ് ചെയ്യണ്ട. ഞാൻ പറയുമ്പോൾ ഹാൻഡ് റൈസ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, എന്നും പഠിക്കുക, പഠിക്കാനുള്ളൊരു മനോഭാവം. ഞാനൊക്കെ പഠിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് എന്ന് ബോധ്യം വരുന്നോ അന്ന് തളർവാദം പിടിച്ചെന്ന് പറയുന്നത്. ലക്വ ലഗ്യ. ലക്വ ലഗ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കെല്ലാം മനസ്സിലായെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ വ്യക്തിക്ക് തളർവാദം പിടിച്ചു. പിന്നെ അവന്റെ വളർച്ച മുരടിച്ചു. എനിക്ക് ഇനിയും പഠിക്കണം, ഇനിയും പഠിക്കണം, ഇനിയും പഠിക്കണം എന്ന് തോന്നൽ വന്നാലോ അതിനർത്ഥം നിങ്ങൾ യു ആർ ഇൻ റൈറ്റ് പാത്ത്, നിങ്ങൾ ശരിയായ വഴിയിലാണ്. കാരണം പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചിരുന്ന അംബാനി, അദ്ദേഹം എന്നും പഠിക്കാൻ തയ്യാറായിരുന്നു. പറയുന്നത് അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആളുകളൊക്കെ IIT എഞ്ചിനീയർമാരൊക്കെ ഭയങ്കര എഡ്യൂക്കേഷനുള്ള ആളുകളാണ്. ഇദ്ദേഹം 10ാം ക്ലാസ്സും. അപ്പൊ പറയുന്നത് അവരെടുത്തൊക്കെ പോയിട്ട് അദ്ദേഹം പറയും, മുജെ കുച്ചിനിയാത്ത മുജെ ബത്താവോ, 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 മുജെ കുച്ചിനിയാത്ത. അതായത് എനിക്കൊന്നും അറിയില്ല എന്നോട് പറയൂ, എനിക്കൊന്നും അറിയില്ല എന്നോട് പറയൂ. ഇങ്ങനെ എല്ലാ IIT എഞ്ചിനീയർമാരുടെ അടുത്ത് ഇദ്ദേഹം ചെന്ന് പറയും. അപ്പൊ ഇദ്ദേഹത്തെ പഠിപ്പിക്കും. അവര് മണ്ടന്മാരാ. അവര് വിചാരിച്ചു ഞാൻ ഭയങ്കര ആളാന്ന്. ഈ അംബാനി പോലെ എന്നീന്ന പഠിക്കണേന്ന്. അവര് ഭയങ്കര പഠിച്ച ആളായിട്ട് അവര് അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പഠിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് ഇന്നും അവര് ജോലിക്കാരാ. അംബാനി എവിടെ എത്തി? പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ച ആള്. RCBയിൽ നമുക്ക് നമ്പർ 1 ആവണമെങ്കിൽ എന്നും പഠിക്കാനുള്ള ഒരു മെന്റാലിറ്റി, സീക്കനേക്ക മനോഭാവം, സീക്കനേക്ക ഭാവരക്കന ഹേ, സീക്കന ഹേ. ഇത് ഞാൻ കേട്ടതാണ്. അങ്ങനെയല്ല പറയുന്നത്. കേട്ട ഒരു കാര്യമായാലും ആദ്യമായിട്ട് കേൾക്കുന്ന പ്രതീതിയോട് കൂടി കേൾക്കും. പലപ്പോഴും നമ്മൾ പറയാറില്ലേ, എൻ്റെ ലീഡർമാരുടെ കൂടെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ലീഡർ ഒരു കഥ പറയും. ചിലപ്പോൾ 10 പ്രാവശ്യം 50 പ്രാവശ്യം നമ്മൾ കേട്ട കഥയായിരിക്കും, അല്ലെ? അപ്പൊ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കരുത്. നിങ്ങളുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ ആൾ ശ്രദ്ധിക്കും അത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ ലീഡറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി, അപ്പൊ ലീഡർ അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. അപ്പൊ ലീഡർ അതാ കഥ പറയാ, പുതിയ ആളോട് അങ്ങനെയല്ല പറയാ. അപ്പൊ നമ്മളെന്ത് വിചാരിക്കും? ഇത് ഞാൻ കേട്ട കഥയാ. അങ്ങനെ വിചാരിക്കരുത്. നിങ്ങൾ ഒരാളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന കഥ പോലെ ആ കഥയെ കേൾക്കണം. അപ്പോഴാണ് നിങ്ങളുടെ കൂടെ വന്ന ആള് ശ്രദ്ധിച്ചിരിക്കുള്ളൂ. ശരിയല്ലേ? ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം നമ്മള്. അപ്പോ എന്നും പഠിക്കാനുള്ള ഒരു മനോഭാവം. സെമിനാർ, മീറ്റിംഗ്, ട്രെയിനിങ്ങിലേക്കാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അവിടേക്ക് നമ്മൾ ടീമിനെ കൊണ്ടുപോകണം. നമ്മൾ പോകണം, നമ്മുടെ ടീമിനെ കൊണ്ടുപോകണം. ഈ 4 കാര്യങ്ങൾ നമ്മൾ RCBയിൽ ചെയ്താൽ നമ്പർ 1 ആവും. ആരും റെഡി? അടുത്ത പോയിന്റ്. ഇനി എന്താ ചെയ്യേണ്ടത്?
നമ്മുടെ വീടുകളിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് ആർസിഎമ്മിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ എന്ത് ചെയ്യണം? ഒരു ഹോം ഡിസ്പ്ലേ തുടങ്ങുക. ഹോം ഡിസ്പ്ലേ വാൾ. ഇത് എൻ്റെ വീട്ടിലത്തെ ഹോം ഡിസ്പ്ലേ ആണ്. എൻ്റെ സ്വന്തം വീട്ടിലത്തെ ഹോം ഡിസ്പ്ലേ ഇപ്പോഴും നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ ഈ പ്രോഗ്രാം കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഡിസ്പ്ലേ വാൾ നിങ്ങൾ കാണിച്ചു തരാം. തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ നിറഞ്ഞു കവിഞ്ഞ് എന്നും പ്രൊഡക്റ്റ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും വീട്ടിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന, അതാ ഞാൻ പറയുന്നത്. നിങ്ങൾ സീരിയസ് ആയിട്ട് ആർസിഎമ്മിലൂടെ സക്സസ് ആവണം, എനിക്ക് 1 ലക്ഷം വരുമാനം വേണം, 2 ലക്ഷം വരുമാനം വേണം, മിനിമം എനിക്കൊരു ടെക്നിക്കൽ അച്ചീവർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലാത്ത ആളുകളൊന്നും തുടങ്ങണ്ട. അങ്ങനെ ആഗ്രഹിക്കുന്നവരല്ലേ, മിനിമം ഒരു ടെക്നിക്കൽ അച്ചീവർ ആവണം, മിനിമം ഒരു 1/2 ലക്ഷം തന്നെയും വേണം, മിനിമം എനിക്കൊരു റോയൽറ്റി അച്ചീവർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളല്ല ഈ കൂട്ടത്തിലിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒരു ഹോം ഡിസ്പ്ലേ തുടങ്ങണം. ഒരു ഹോം ഷോപ്പ് എന്ന് വിശേഷിപ്പിക്കാം, ഡിസ്പ്ലേ വാൾ എന്ന് വിശേഷിപ്പിക്കാം. ഞാൻ ഇതിനെ പറയുന്നത് മാജിക് കോർണർ എന്ന് പറയാം. മാജിക് കോർണർ, ഇതൊരു ഇറ്റ് ഈസ് എ മാജിക്. കാരണം ഇതിന്റെ മൾട്ടി പല ഗുണങ്ങളാണ് ഒരു ഹോം ഷോപ്പ് കൊണ്ട്. അയൽക്കാർക്ക് പ്രൊഡക്റ്റ് കൊടുക്കുക മാത്രമല്ല, ഇന്ത്യയിൽ ഉടനീളം നിങ്ങൾക്ക് നിങ്ങളുടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും, ഡിസ്പ്ലേ വാൾ കൊണ്ടുവരാൻ പറ്റും. നിങ്ങളുടെ ഡിസ്പ്ലേ വാൾ കാണിച്ചിട്ട് ആ മാജിക് ഒന്നും പല ആൾക്ക് അറിയില്ല. ചിലർ പറയും എൻ്റെ അയൽക്കത്തെ വീട്ടിൽ ഡിസ്പ്ലേ ഉണ്ട്, പിന്നെ ഞാൻ ചെയ്താൽ ശരിയാവോ? നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ആളും അടുത്തുള്ള വീട്ടിലേക്ക് വരുന്ന ആളുകളും വ്യത്യാസമല്ലേ? നിങ്ങളുടെ അയൽക്കാരന്റെ വീട്ടിലേക്ക് വരുന്ന ആള് നിങ്ങളുടെ വീട്ടിലേക്ക് വരുമോ? ഇല്ലല്ലോ. അവിടേക്ക് വരുന്ന വ്യക്തികൾ വേറെ, നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വേറെ. അപ്പൊ അപ്പുറത്തും ഇപ്പുറത്തും ഡിസ്പ്ലേ ഉണ്ടെങ്കിലും നമ്മുടെ വീട്ടിലും ഡിസ്പ്ലേ തുടങ്ങണം. നിങ്ങളുടെ അയൽക്കാരന്റെ പരിചയക്കാർ വേറെ, നമ്മുടെ പരിചയക്കാർ വേറെ, ശരിയല്ലേ? അപ്പൊ നമ്മൾ മറ്റുള്ളവരെ വീഡിയോ കോൾ വിളിച്ച് ഡിസ്പ്ലേ വാൾ കാണിച്ചു കൊടുക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ വേണം. നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഡിസ്പ്ലേ വാൾ ഒരു ടൂളാണ്. കാരണം നമുക്ക് ഷോപ്പ് ഇടാൻ എല്ലാവർക്കും പറ്റില്ലല്ലോ, 10 ലക്ഷം മുടക്കണം. പക്ഷെ ഡിസ്പ്ലേ വാളോ? അപ്പൊ നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ ഡിസ്പ്ലേ വാൾ ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങളുടെ വീട്ടിൽ ഡിസ്പ്ലേ വാൾ തുടങ്ങാം. ഡിസ്പ്ലേ വാളിലൂടെ എന്ത് സംഭവിക്കും? നിങ്ങളുടെ സെയിൽസും കൂടും. സെയിൽസ് കൂടുമ്പോൾ നിങ്ങൾക്ക് ഡയമണ്ട് ക്ലബ്ബ് വരും, സ്റ്റാർ ഡയമണ്ട് ക്ലബ്ബ് വരും, ക്രൗൺ ക്ലബ്ബ് വരും. ഏത് ടാർഗറ്റും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് KFC ആയിക്കോട്ടെ, കീസോൾ ഔട്ട്ലെറ്റ് ആയിക്കോട്ടെ, നമുക്ക് എന്താ പറയാ, ഡിസ്പ്ലേ വാൾ ആയിക്കോട്ടെ. ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഡയമണ്ട് ക്ലബ്ബ്, സ്റ്റാർ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന ആളുകളുടെ നെറ്റ്വർക്ക് കൂടാനായിട്ട് നിങ്ങളുടെ ഡിസ്പ്ലേ വാൾ കൊണ്ട് സാധിക്കും. ഈ നെറ്റ്വർക്കാണ് നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത്. പറയില്ലേ, നമ്മുടെ ചലനം നിൽക്കുന്നതിന് മുന്നേ നമുക്ക് വേണ്ടി ചലിക്കുന്ന 10 പേരെ ക്രിയേറ്റ് ചെയ്യൂ. നമ്മുടെ വാക്കുകൾ നിലയ്ക്കുന്നതിന് മുന്നേ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന 10 പേരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യൂ. ദാറ്റ് ഈസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. സത്യത്തിൽ ഞാൻ അതിനുവേണ്ടി ആർസിഎമ്മിൽ വന്നത്, അല്ലെങ്കിൽ ഞാൻ മുന്നത്തെ പണി ചെയ്യുള്ളായിരുന്നു. എനിക്കറിയാം നമ്മൾ ഉണ്ടായാലും ഇല്ലെങ്കിലും വരുമാനം വരുന്ന ഒരു ഘട്ടം വരും ആർസിഎമ്മിൽ. അതിന്ന് അനുഭവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സഫൽ ഹോനാത്തോ നെറ്റ്വർക്ക് ബനായിയെ. വിജയിക്കാനായിട്ട് എന്ത് ചെയ്യണം? നമ്മളൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ ഡിസ്പ്ലേ വാൾ സ്റ്റാർട്ട് ചെയ്യുക, ആരംഭിക്കുക. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ ബിസിനസ് ഓട്ടോമാറ്റിക് ആയിട്ട് ഗ്രോ ചെയ്യും. ഗ്രോ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്ക്? വരുമാനം കൂടുന്നു അല്ലെ? ചെറിയൊരു തൈ നട്ടു, പതുക്കെ വലുതായി, അതിന് വെള്ളവും വെളിച്ചവും കൊടുത്തു, നമ്മുടെ ബിസിനസ് ഗ്രോയിങ് മോഡിലേക്ക് പോകും. ഗ്രോയിങ് മോഡിലേക്ക് പോകുമ്പോൾ നോട്ട് കെട്ടുകളുടെ എണ്ണവും കൂടി വരും. അത് കാണുമ്പോൾ നല്ല സന്തോഷമല്ലേ സാറേ? നോട്ട് കെട്ടുകളുടെ എണ്ണം കൂടുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ചെയ്യാൻ മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ. 10, 20, 30 വർഷം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് 10,000, 15,000, 20,000 രൂപയ്ക്ക് വേണ്ടി തല കുത്തി മറിഞ്ഞ് എന്ത് പ്രവർത്തനം ചെയ്യാനും നമ്മൾ തയ്യാറാണ്. തെറി കേൾക്കാനും തയ്യാറാണ്. അവരുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ ആർസിഎമ്മിൽ വന്നാൽ നമ്മൾ എത്രത്തോളം സീരിയസ് ആണെന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ചിന്തിച്ചു നോക്കണം. ഗ്രോ ചെയ്യണം. അങ്ങനെ നമ്മൾക്ക് 21 പടികൾ കയറാൻ പറ്റണം. ഇത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്, ശരിയല്ലേ? ആ മേലേക്ക് ഒന്ന് നോക്കി, വീട്, നല്ല കാറ്, ഇഷ്ടം പോലെ പൈസ, ഇതെല്ലാം വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. ആർസിഎം എല്ലാവർക്കും ഈക്വലാ. എന്റെ ടീമില് 2 മാസം മുന്നേ 3 ടെക്നിക്കൽ ലെക്ചർമാരുണ്ടായി. 1 മാജിക് ജോബ്, 2 നിതിൻ രാജ് സാറ്, 3 ജിനീഷ് സാറ്. നിതിൻ രാജ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളാ. ജിനീഷ് സാറ് മാർക്കറ്റിംഗ് ഫീൽഡിലായിരുന്നു. മാജി മാഡം ഒരു ലേഡി വീട്ടമ്മ. കമ്മീഷൻ വന്നപ്പോ മാജി മാഡത്തിനാ കൂടുതൽ. ഇവിടെ ലേഡീസ് ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങളോട് പറയാം, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. മറ്റേത് മേഖലയിലും പുരുഷന്മാർക്ക് ശമ്പളം കൂടുതൽ, സ്ത്രീകൾക്ക് ശമ്പളം കുറവ്, അല്ലെ? സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഹീറോയ്ക്ക് വരുമാനം കൂടുതൽ, ഹീറോയിന്
വരുമാനം കുറവ്. ഫീൽ ചെയ്തിട്ടില്ലേ? ആർസിമിൽ അങ്ങനെയല്ല. നിങ്ങളൊരു ടെക്നിക്കൽ അച്ചീവർ ആയി കഴിഞ്ഞാൽ എത്ര വോളി ഉണ്ടോ അതിനനുസരിച്ചിട്ട് സ്ത്രീ ആയാലും പുരുഷനായും യങ് ആയാലും ഓൾഡ് ഏജ് ആയാലും ആരായാലും വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും നോക്കുന്നില്ല. നിങ്ങളുടെ വോളിയത്തിനനുസരിച്ച് കറക്റ്റ് ആയിട്ടുള്ള വരുമാനം നമുക്ക് കിട്ടുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് സുഹൃത്തുക്കളെ RCM. അതുകൊണ്ട് ഇവിടെ ഞാൻ സ്ത്രീയാണ്, പുരുഷനാണ്, ഏജ് ആണ്, യങ് ആണ്, ഇതൊന്നും ഇവിടെ മാനദണ്ഡമല്ല. ഞാൻ പഠിച്ച ആളാണ്, പഠിപ്പില്ലാത്ത ആളാണ്, ഇതൊന്നും പ്രശ്നമല്ല. നിങ്ങൾ ഏത് ലെവലിലാണോ നിങ്ങളുടെ വോളിയം അനുസരിച്ച് സ്ത്രീ പുരുഷ ഭേദമന്യേ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. മാജി മാഡത്തിന് കമ്മീഷൻ കൂടുതൽ. ഞാനിത് കാണിച്ചു. പല സ്ത്രീകൾക്കും കോൺഫിഡൻസ് വന്നു. യെസ്, ഞാനും ഈ ലെവലിലെത്തുമ്പോൾ എനിക്കൊരു 60,000 മേലെ വരുമാനം കിട്ടും. അപ്പൊ ഇവിടെ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി. അപ്പൊ അതുകൊണ്ട് ഓരോ പടികൾ കയറും തോറും ഓരോ സ്വപ്നം പൂത്തിയിടുന്നു, മുന്നോട്ട് പോവാ. നമുക്കറിയാം 6 ബേസിക്, 8 കോർ സ്റ്റെപ്സ്, 7 കാർഡിനൽ റൂൾസ്. നമ്മൾ പറയും ഈ 21 പടി കയറണമെങ്കിൽ 21 റൂള് നമ്മൾ ഫോളോ ചെയ്യണം. അതില് എന്താണ് ഇന്ന് ഞാൻ ഒരു പോയിന്റ് പറയുന്നുണ്ട്. അതാണ് സെറ്റ് യുവർ ഗോൾസ്. എന്താണ് ഈ വർഷം 2025 നിങ്ങളുടെ ഗോള് സെറ്റ് ചെയ്യാം. ഗോള് സെറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എനർജി ബൂസ്റ്ററാണ്. നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്താൽ നിങ്ങളുടെ എനർജി കൂടും. ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യുക? അത് ഞാൻ താഴെ കാണിക്കും. ഇതാ ഒരു കാര്യം കൂടി ഞാൻ താഴെ എഴുതിയിട്ടുണ്ട്. ഹു ഹാവ് ബേണിംഗ് ഡിസയർ ദേ ഷുഡ് സെറ്റ് ദെയർ ഗോൾസ് പ്രോപ്പർലി. ആരാണ് ഗോൾ സെറ്റ് ചെയ്യുക? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഗോൾ സെറ്റ് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആരുടെ ചങ്കിലാണോ തീയുള്ളത്, ആരുടെ ചങ്കിലാണോ തീയുള്ളത് അദ്ദേഹം അവര് ഗോൾ സെറ്റ് ചെയ്യും. അല്ലാത്ത ആള് ഈ ക്ലാസ് കേൾക്കും, നേരെ പോയി കിടന്നുറങ്ങും, കൂർക്കം വലിച്ച് കിടന്നുറങ്ങും. നാളെ നാളെയും ക്ലാസ് കേൾക്കും. എന്നിട്ട് പറയും ഞാൻ 10 വർഷമായി RCMൽ എങ്ങും എത്തിയിട്ടില്ല. ആരുള്ളിലാണോ ബേണിംഗ് ഡിസയർ ഉള്ളത്, കത്തുന്ന തീ, എനിക്ക് വിജയിച്ചു കാണിക്കണം, അല്ലെ? നമ്മൾ RCM ചെയ്യാൻ ഇറങ്ങുമ്പോ പല വ്യക്തികളും നമ്മളെ കളിയാക്കും. നിനക്കിത് ചെയ്യാൻ പറ്റില്ല, നിന്നെ കൊണ്ട് നടക്കില്ല, ഇത് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ആനയാണ്, ചേനയാണ്. ശരിയല്ലേ? ചിലപ്പോ അവരെ വിജയിപ്പിച്ച് കാണിക്കാനായിരിക്കും നമ്മള് തീ കത്തുന്നത്. ശരിയല്ലേ? പിന്നെ ഉത്തരവാദിത്തമായി അന്ന് ഇവരൊന്ന് കാണിക്കണം ഞാൻ വിജയിച്ചല്ലേ. ചില ആളുകൾക്ക് ചെറുപ്പത്തിലേ തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും. എനിക്കൊക്കെ ചെറുപ്പത്തിലേ തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് എന്നെ വിജയിക്കാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം. ചെറുപ്പത്തിലേ തുടങ്ങി പൈസയുടെ ബുദ്ധിമുട്ട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം, എനിക്ക് വിജയിക്കാൻ പറ്റിയൊരു പ്രസ്ഥാനമാണ്. എന്ത് ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നാലും ഞാൻ ഇവിടെ വിജയക്കൊടി പാറിക്കും. കാരണം എനിക്ക് വിജയിച്ചേ മതിയാവും. നമ്മൾ പറയാറില്ലേ, എൻ്റെ അച്ഛൻ്റെ 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 അച്ഛൻ സാധാരണക്കാരനായിരുന്നു. അതുകൊണ്ട് എന്തായി? എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ സാധാരണക്കാരനായി. അതേ വിത്ത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ പാകി. അപ്പൊ എൻ്റെ അച്ഛൻ്റെ അച്ഛനും അദ്ദേഹം സാധാരണക്കാരനായി. അതേ വിത്ത് എടുത്ത് എൻ്റെ അച്ഛൻ്റെ അച്ഛനും പാകി. അപ്പൊ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ സാധാരണക്കാരനായി. അതേ വിത്ത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ പാകിയപ്പോ എൻ്റെ അച്ഛൻ സാധാരണക്കാരനായി. അതേ വിത്ത് പാകിയപ്പോ ഞാൻ സാധാരണക്കാരായി. ഇനി ഞാൻ പാകുന്ന വിത്തോ എൻ്റെ മക്കളും സാധാരണക്കാരല്ലേ ആവുള്ളൂ. എൻ്റെ അച്ഛനും വിചാരിച്ചിട്ടുണ്ടാവില്ല എൻ്റെ മകനെ ഞാൻ വലിയ ലെവലിലേക്ക് എത്തിക്കും. പക്ഷെ കാലം കടന്നു പോയപ്പോൾ അവരെ കോൺഫിഡൻസ് പോയി. സുഹൃത്തുക്കളെ, നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുക. എനിക്ക് RCM എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇനി എൻ്റെ വരും തലമുറകളിൽ ഒരു സാധാരണക്കാരൻ ജനിക്കരുത്, ഒരു ദരിദ്രൻ എൻ്റെ വരും തലമുറകളിൽ ജനിക്കരുത്. കാരണം പൈസയുടെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരാളാണ് ഞാൻ. ഒരുപക്ഷെ അതായിരിക്കും ബേണിംഗ് ഡിസയർ. നിങ്ങൾക്ക് എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ബേണിംഗ് ഡിസയർ എൻ്റെ ചെറുപ്പത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പ്രശ്നങ്ങളായിരുന്നു. എനിക്ക് RCM കിട്ടിയപ്പോ എന്നെ ചെയ്യാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം. നിങ്ങൾക്ക് എന്താന്ന് എനിക്കറിയില്ല. അങ്ങനെ ബേണിംഗ് ഡിസയർ ഉള്ള ആളുകളാണോ നിങ്ങൾ? കത്തുന്ന തീ അതുണ്ടെങ്കിലേ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ക്ലാസ് കേട്ട് പോവും. കത്തുന്ന തീയുള്ള ആളുകൾ ചെയ്യും. പറയുന്നത്, ഞാനൊരു ക്ലാസ് കേട്ടപ്പോൾ ആള് പറഞ്ഞു, നമ്മുടെ തീ എങ്ങനെയുള്ളതായിരിക്കും അറിയോ? നമ്മൾ ഈ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അവരുടെ മുന്നിൽ നെഞ്ചും വിരിച്ചു നിൽക്കണം. ഏറ്റവും വലിയ ലഹരിയായിട്ട് എടുക്കണതിനെ പറയുന്നത് കഞ്ചാവ് അടിക്കുന്നതോ ലഹരി സ്മോൾ അടിക്കുന്നതോ ഒന്നല്ല യഥാർത്ഥ ലഹരി എന്ന് പറയുന്നത്. യഥാർത്ഥ ലഹരി എന്ന് പറഞ്ഞാൽ നിനക്കിത് പറ്റില്ലടാ എന്ന് പറഞ്ഞ ഒരാളുടെ മുന്നിൽ വിജയിച്ച് വിജയക്കൊടി പാറിച്ച് ഇങ്ങനെ നെഞ്ചു പിരിച്ച് നിൽക്കുന്നതാണ് യഥാർത്ഥ ലഹരി.
അങ്ങനെ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? അങ്ങനെ ബേണിംഗ് ഡിസയർ ഉള്ള ആളുകളാണ് ഇവിടെ ഗോൾ സെറ്റ് ചെയ്യുള്ളൂ. എൻ്റെ ടീമിൽ ഒത്തിരി ആളുകളുണ്ട് ബേണിംഗ് ഡിസയർ ഉള്ള ആളുകൾ. നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ ഫയർ ഉണ്ട് ഉള്ളിൽ? എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും സ്വപ്നങ്ങൾ പൂർത്തീകരിക്കണം, എനിക്ക് എൻ്റെ മക്കളെ നല്ല ലെവലിലേക്ക് എത്തിക്കണം, ഒരുപാട്. നിങ്ങളുടെ ബേണിംഗ് ഡിസയർ എന്താന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ ക്രിയേറ്റ് ചെയ്യും. അല്ലാതെ നമ്മളൊരു ചെറിയ ചെറിയ കാര്യം, എനിക്ക് 10,000 20,000 വേണം RCBയിൽ സക്സസ് ആകാൻ പറ്റും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നല്ല ബേണിംഗ് ഡിസയർ ഉണ്ടെങ്കിലോ ഉറപ്പായിട്ടും സാധിക്കും. ഓക്കെ, എത്ര പേർക്കുണ്ട്? ഒന്നും കൂടി കൈ പൊക്കാൻ പറ്റോ? ഹാൻഡ് റൈസ് ചെയ്യോ? അങ്ങനെ ഉള്ളിൽ കത്തുന്ന തീയുള്ള ആളുകൾ നോക്കട്ടെ. അതിനെ കണക്ട് ചെയ്യണം. ഇന്ന് കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ അത് കണക്ട് ചെയ്യണം. നിങ്ങളുടെ ബേണിംഗ് ഡിസയർ എന്താണ് അതിനെ കണക്ട് ചെയ്ത് ഇങ്ങനെ ഫീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണീന്ന് കണ്ണുനീര് വരുന്നുണ്ടെങ്കിൽ യെസ്, അത് നിങ്ങളുടെ യഥാർത്ഥ ബേണിംഗ് ഡിസയറാണ്. ഇന്ന് എന്ത് ചെയ്യണം? ഇത് കഴിഞ്ഞിട്ട് കിടക്കുന്ന സമയത്തുണ്ടല്ലോ, ആ ബേണിംഗ് എന്താണ് നിങ്ങളുടെ വിജയത്തിന് ആവശ്യമായ ബേണിംഗ് ചെയ്യുന്നൊരു കാര്യം, ആ പോയിന്റ് എന്താണ്, അതിന് നിങ്ങൾ ഇങ്ങനെ മനസ്സിലിട്ട് ശരിക്കും ആലോചിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുനീര് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ യഥാർത്ഥ ബേണിംഗ് ഡിസയറാണ്. ആ വ്യക്തി വിജയിച്ചിരിക്കും എന്തൊക്കെ സംഭവിച്ചാലും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യണം. ഗോൾ സെറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാണ്. അടുത്തത് എന്തൊക്കെ ഗോൾ ഉണ്ട്? ഞാൻ ഓടിച്ചോടിച്ച് പറയാം. നമുക്ക് മൈക്രോ ഗോൾസ് ഉണ്ട്, അതായത് ഡെയിലി ആൻഡ് ഈ മാസത്തെ ഗോൾ. ഷോർട്ട് ടൈം ഗോൾ ഉണ്ട്, 1-2 വർഷത്തിനുള്ളിൽ എനിക്ക് അവിടെ എത്തണം. മിഡ് ടൈം ഗോൾ ഉണ്ട്, 3 മുതൽ 5 വർഷത്തിനുള്ളിൽ എനിക്ക് ഏത് ലെവലിൽ എത്തണം. ലോങ് ടൈം ഗോൾ ഉണ്ട്, 10 വർഷത്തിനുള്ളിൽ എനിക്ക് അവിടെ എത്തണം. ശരിക്കും പറഞ്ഞാൽ മൂർത്തി സാറൊക്കെ നോക്കി 20 വർഷമായി RCBയിൽ. നമ്മൾ 20 വർഷം കഴിയുമ്പോൾ എവിടെ എത്തണം എന്ന് തീരുമാനിക്കണം. അത്രയും ദീർഘവീക്ഷണത്തോടു കൂടി പോകണം. ഇന്ന് മൂർത്തി സാർ, അഖില മേഡം, ഡോക്ടർ ഹരി തമിഴ്നാടിലാ. ഞാനും നാളെ വൈകിട്ട് തമിഴ്നാട് പോവാണ്. നമ്മൾ ഒരു കളി കളിക്കും ഓൾ ഓവർ ഇന്ത്യയിൽ. തീയാണ് ചെങ്കില്, ആ തീയും കൊണ്ടാ പോകുന്നത്. നിങ്ങൾ പോരെ? 17-ാം തീയതി ചെന്നൈയിൽ പ്രോഗ്രാം ഉണ്ട്, വണ്ടി കയറിക്കോ, നമുക്ക് അവിടെ കാണാം. 8.5 കോടി ജനങ്ങളാണ് തമിഴ്നാട്ടില്. നമുക്ക് ഒരുമിച്ച് വലിയൊരു നെറ്റ്വർക്ക് അവിടെ ബിൽഡ് ചെയ്യാം. ഇറങ്ങിത്തിരിക്കണം, കംഫർട്ട് സോൺ വിടണം. ഒരാൾ ചോദിച്ചു, സാറേ എനിക്ക് ഉദ്ദേശിച്ച രീതിയിൽ ബിസിനസ്സിലാണ് വിജയിക്കാൻ പറ്റുന്നില്ല, എന്താ കാരണം? അപ്പോ വട്സാറ് ചോദിച്ചു, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എവിടുന്നാ? അത് വീട്ടിൽ നിന്നാ. ലഞ്ചോ? അതും വീട്ടിൽ നിന്നാ. ഡിന്നറോ? അതും വീട്ടിൽ നിന്നാ. പിന്നെ നിങ്ങൾ എവിടെ വിജയിക്കാനാ? നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണില്ല. ഹലോ, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും വീട്ടിൽ നിന്നാ. എന്നിട്ട് ഡയമണ്ട് ആവണമെന്ന് പറയാണ്. നടക്കുന്ന കാര്യമാണോ? വിജയിക്കുന്ന ആളുകൾ എന്താ ചെയ്യുന്നറിയോ? 3 മാസം അല്ലെങ്കിൽ മിനിമം ഒരു മാസത്തിൽ ഒരു 10-20 ദിവസം വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ലഞ്ച് ഇല്ല, ഡിന്നർ ഇല്ല. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് പുറത്തിറങ്ങി നോക്കി. ഒരു 2-3 വർഷത്തേക്ക് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ വീട്ടിൽ നിന്ന് ആസ്വദിക്കാനുള്ള സമ്പത്ത് ആർഷ്യം ഉണ്ടാക്കി തരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മൈക്രോ ഗോൾ സെറ്റ് ചെയ്യണം. ഈ മാസം എനിക്ക് എന്താവണം, ഇന്ന് ഞാൻ എന്ത് ചെയ്യണം, ഈ മാസം എനിക്ക് എന്താവണം. ഷോർട്ട് ടൈം ഗോള്, മിഡ് ടൈം ഗോൾ, ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പൊ എൻ്റെ ഒരു ഡ്രീം ഞാൻ പറയാം. എൻ്റെ ഡ്രീമിന് ഡേറ്റ് ഇട്ടു, കണ്ടാ? 31 ഡിസംബർ 2030 എനിക്ക് നല്ലൊരു കാർ മേടിക്കണം. അപ്പൊ നല്ലൊരു കാർ തന്നെയാണ്, സാധാരണക്കാരന്റെ നല്ലൊരു ബെൻസാണ് എൻ്റെ കയ്യിലുള്ളത്, ടാറ്റ ഹരിയർ, സാധാരണക്കാരന്റെ ബെൻസ്. ഓക്കെ, ഇനി പണക്കാരന്റെ നോർമൽ വണ്ടിയാണ് എന്ത്? ഈ കാണുന്ന ബെൻസ്. ഇത് എന്താണ്? റോൾസ് റോയ്സ് അല്ലേ? അപ്പൊ ഇതിലേക്കൊക്കെ എത്താനായിട്ട് 2030 ആകുമ്പോഴേക്കും ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ഡ്രീമാണ്, ആ ഡ്രീമിന് വേണ്ടി പ്രവർത്തിക്കുന്നു. നോക്കൂ, എൻ്റെ ഡ്രീം വലുതാണെങ്കിൽ എൻ്റെ ടീമിന് ശക്തി കൂടും. എന്താ കാരണം? ഡ്രീമുള്ള ഒരു ലീഡറിന്റെ കൂടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെന്റെ ഗോളാക്കി മാറ്റി, ഡേറ്റ് ഇട്ടു, അപ്പൊ ഗോളായി. എൻ്റെ ഡ്രീമിന് ഞാൻ ഡേറ്റ് ഇട്ടപ്പോ അത് ഗോളായി. എനിക്ക് 2032 ഒരു ലക്ഷറി വീടുണ്ടാക്കണം. അത് ഡ്രീമായിരുന്നു, അത് ഞാൻ ഡേറ്റ് ഇട്ടപ്പോ അത് ഗോളായി. അടുത്തത് എനിക്ക് ഡയമണ്ട് ആവണം RCBയിൽ. ഡയമണ്ട് എന്നാവും? 2035 ഒക്ടോബർ 31 ഡേറ്റ് ഇട്ടു, അപ്പൊ അത് എന്തായി? ഗോളായി. ഇതേമാതിരി ഗോൾ സെറ്റ് ചെയ്യണമെങ്കിലേ ഉള്ളിൽ ചങ്കിൽ തീയുണ്ടാവണം. അപ്പൊ നിങ്ങളും ഗോൾ സെറ്റ് ചെയ്യൂ. ഇനി എന്താണ്?
ഡിസംബർ 31, 2025, ഈ വർഷം ഡിസംബർ 31 ആകുമ്പോഴേക്കും എന്റെ ഹെൽത്തിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം. അത് ഞാൻ 2050 ചെയ്താൽ മതിയോ രവീന്ദ്ര സാറേ? ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യം എന്റെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അതിപ്പോ വേണം അല്ലേ? അപ്പൊ അതിന് ഡേറ്റ് ഇട്ടു. ഡിസംബർ 31 ആകുമ്പോഴേക്കും എനിക്ക് ഒന്നും കൂടി എന്റെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യണം. ഒന്നും കൂടി വയറൊക്കെ ഒന്ന് കുറച്ച് ഒന്നും കൂടിയും ഒന്ന് സ്ലിം ആവുന്ന ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പ്രവർത്തിക്കും. അപ്പൊ ഈ രീതിയിലേക്ക് നമ്മുടെ ഡ്രീമിന് ഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഗോളായിട്ട് മാറുന്നു. പിന്നെന്താ ചെയ്യേണ്ടത്? ടേക്ക് കമ്പനി ടാർഗറ്റ് സീരിയസ്ലി. എന്താ ചെയ്യേണ്ടത്? ബിനു സാറ് പറഞ്ഞു കഴിഞ്ഞു, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ബിനു സാറ് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾക്ക് പലർക്കും ഇപ്പോഴും ഡൗട്ടാ, ചെയ്യണോ ചെയ്യണ്ടേ? നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ടീം ചെയ്യും. നിങ്ങളും നിങ്ങളുടെ ടീമും കൂടി ചെയ്താൽ ടീമിലും സക്സസ് വരും, നിങ്ങളും സക്സസ് ആവും. ഈ മാസം വലിയൊരു സക്സസ് എല്ലാവർക്കും ഉണ്ടാവും. എന്താണ്? ടേക്ക് കമ്പനി ടാർഗറ്റ് സീരിയസ്ലി. സാറ് പറഞ്ഞു ന്യൂട്രിചാർജിന്റെ ടാർഗറ്റ് 15,000 PV, 20,000 PV, 50,000 PV, 5 ന്യൂട്രിചാർജ് വുമൺ, 15 ന്യൂട്രിചാർജ് വുമൺ, 25 ന്യൂട്രിചാർജ് പറഞ്ഞില്ലേ? നമ്മളുടെ ടീമിൽ അത് ചെയ്യാൻ പറ്റിയ എത്ര പേരുണ്ട്? അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം. അക്കൗണ്ടബിലിറ്റി കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയ ആളുകൾ കൊണ്ട് ചെയ്യിക്കുക. അപ്പോൾ ന്യൂട്രിചാർജ് ചെയ്യാൻ പറ്റിയ ആരാണ് നമ്മുടെ ടീമിലുള്ളത്? ഒരു സ്റ്റാർ അച്ചീവർ ആണെങ്കിൽ കുറച്ചാളുണ്ടാവുള്ളൂ. അവരെ കണ്ടെത്തി അവരെ കൊണ്ട് ന്യൂട്രിചാർജ് ടാർഗറ്റ് ചെയ്യിക്കണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവണം കേട്ടോ, എന്നാലും അവർ ചെയ്യുള്ളൂ. ഗാമോറെസിനോൾ 100 ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് ദുരി പോവാം. ഗാമോറെസിനോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫാക്ടറി കാണാൻ പറ്റും. ഫാക്ടറി മാത്രമല്ല, നമുക്ക് റൈസ് മാനുവൽ ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും. നമ്മുടെ എന്താ പറയാ, വാഗാ ബോർഡർ തൊട്ടടുത്താണ്, അത് കാണാൻ പറ്റും. പഞ്ചാബ് ദൂരിയിൽ പോയി കഴിഞ്ഞാല് ഗോൾഡൻ ടെമ്പിള് അമൃത്സർ തൊട്ടടുത്താണ്, അതും കാണാൻ പറ്റും. ഒരു വെടിക്ക് 5-6 പക്ഷി. നമ്മൾ എന്താ ചെയ്യേണ്ടത്? 100 ഗാമോറെസിനോൾ സെൽഫ് ഐഡിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സാധിക്കും. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ഈ ടാർഗറ്റ് ഏറ്റെടുത്തു? യെസ് സാർ, എനിക്ക് എന്റെ ഫാമിലിയോട് ഒത്തു പോകണം, ഞാൻ 100 ഗാമോറെസിനോൾ ചെയ്തിരിക്കും. അങ്ങനെ എത്ര പേര് തീരുമാനം എടുത്തവരുണ്ട്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. 4 മാസം കൊണ്ടാ, ഇന്നല്ല, സിസ്റ്റത്തിൽ ഹാൻഡ് റൈസ് ചെയ്യും. ഈ ടാർഗറ്റ് എത്ര പേര് ചെയ്യും? 100 ഗാമോറെസിനോൾ സാറ് ഞാൻ എന്തായാലും ചെയ്യും. എന്റെ ടീമിന് ഞാനിത് മാതൃകയായിട്ട് കാണിക്കും. വാവ്, സൂപ്പർ. ബിനു സാറേ, ഒത്തിരി പേരുണ്ട്. കുറെ പേര് ചെയ്യണ കാണും, മറ്റൊരാൾക്ക് ഓർമ്മ വരും. ഇപ്പൊ സരീന്ദ്രി മേഡം എല്ലാത്തിനും മാതൃകയായിട്ട്. ബിഗ് സല്യൂട്ട് സരീന്ദ്രി മേഡം. ആലോചിച്ച് നോക്കി, ഗാമോറസ് ന്യൂട്രിചാർജിന്റെ കേരള സ്റ്റേറ്റ് നമ്പർ 1. ആലോചിച്ച് നോക്കി, നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത എന്താണുള്ളത്. അപ്പൊ ഏത് പ്രൊഡക്റ്റ്, ഏത് ടാർഗറ്റ് ഏറ്റെടുക്കും നമ്മൾ തീരുമാനിക്കാം. നമ്മുടെ ടീമിൽ എത്ര പേരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും നമ്മൾ നോക്കണം. നോക്കിയിട്ട് നമ്മൾ ടാർഗറ്റ് ഏറ്റെടുത്ത് മുന്നോട്ട് പോവാം. ഇതെന്താണ്? ന്യൂട്രിചാർജ്, ഗാമോറെസിനോള് മുന്നിൽ കഴിക്കണം കേട്ടോ. നമ്മൾ കഴിക്കണം. കീസോൾ നമുക്കറിയാം, കീസോളിന്റെ ഉഡാനിലേക്ക് 2500 SP മതി. ഞാൻ കഴിഞ്ഞ ദിവസം ശ്രീലത മേഡത്തിന്റെ ക്ലാസ് കേട്ടു. ഇപ്പൊ കണ്ണൂർ പ്രോഗ്രാമിന് വന്ന സമയത്ത് എൻ്റെ വീട്ടിലായിരുന്നു ശ്രീലത മേഡം, പ്രദീപ് സാറും താമസിച്ച് 2 ദിവസം എൻ്റെ വീട്ടിലായിരുന്നു. സത്യത്തില് എന്തോരം കാര്യങ്ങൾ നമുക്കറിയാത്തുള്ളത്. എൻ്റെ ടീമിന് വേണ്ടിയിട്ട് ചാലക്കുടി പ്രോഗ്രാമിന്റെ പിറ്റേ ദിവസം ഞാൻ ലേഡീസിന് വേണ്ടി മാത്രം ഒരു ക്ലാസ് വെച്ചു. വണ്ടർഫുൾ, എക്സലന്റ് ക്ലാസ്. ഞാൻ ഒരു തീരുമാനം എടുത്തേക്കാണ്, എൻ്റെ ടീമിൽ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഏരിയകളിൽ നേഹ മേഡത്തിന്റെയും ശ്രീലത മേഡത്തിന്റെ ക്ലാസ് വെക്കണം. ഇത്രയും വാല്യുബിൾ ആയ ഒരു ക്ലാസ്. ലോഞ്ചറീസിനെ കുറിച്ചും ഹൈജീൻ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ വിചാരിച്ചൊരു കാര്യം, ലേഡീസിന് എന്ത് സിമ്പിൾ ഒരു പ്രൊഡക്റ്റ് ആണ്. വീട്ടിൽ വെച്ചിട്ട് വൈഫിനോട് പറയുന്നുണ്ടായിരുന്നു, പെൺകുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് അവർ ഏത് ബ്രാ ധരിക്കണം. സാധാരണ എൻ്റെ മകള് സ്പോർട്സ് ബ്രായാണ് ധരിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ശ്രീലത മേഡം പറഞ്ഞു, അതിന്റെ പോരായ്മകൾ എന്താണ്, അത് ഏതാണ് ശരിക്കും അവർക്ക് കൊടുക്കേണ്ടത്. സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്താണ്? എന്തോരം അറിവുകളാണ്. നമ്മൾക്ക് അറിവില്ലായ്മ കൊണ്ട് എന്തോരം മണ്ടത്തരങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുന്നത് സത്യത്തിൽ. അതിനുശേഷം അവിടെ പോയിട്ട് 56ഓളം എൻ്റെ ലേഡി ലീഡേഴ്സ് ഉണ്ടായിരുന്നു. 56ഓളം ലേഡി ലീഡേഴ്സിന് ഫുള്ള് ലോഞ്ചറീസ് ബ്രാ, അതായത് അണ്ടർകാർസ് ബ്രാകൾ, ഏതെല്ലാം സൈസ് ബ്രാകൾ, അത് ഏത് സമയത്ത് നിങ്ങൾ ഏത് ധരിക്കണം. സത്യത്തിൽ എത്ര ലേഡീസിന് ഇത് അറിയാം? അറിയില്ല.
അപാരമായ സാധ്യതകളാണ് നമുക്ക് കീസോളിലുള്ളത്. അതുകൊണ്ട് കീസോളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉഡാനിലേക്കൊക്കെ വരാൻ പറ്റും. 2500 SP എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ചെറുവിരലിന്റെ പണിയുള്ളൂ. പക്ഷെ ആളുകൾക്ക് ഇത് അറിയില്ല സത്യത്തില്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഏറ്റെടുത്ത് നമ്മുടെ ടീമിൽ ചെയ്യുന്ന ആളുകൾ കണ്ടെത്തുക, ഗുഡ് ഡോട്ടിന്റെ ടാർഗറ്റ് ചെയ്യുക. ഒരു ടാർഗറ്റ് നമ്മൾ വിട്ട് കളയരുത്, ഏതെങ്കിലുമൊക്കെ നമ്മൾ ചെയ്ത് നമ്മുടെ ടീമിന് പ്രചോദനമായിട്ട് മാറാം. അപ്പൊ അതുകൊണ്ട് ടാർഗറ്റുകൾ ഏറ്റെടുക്കുന്നതിൽ നമ്മളൊരു പിശുക്ക് കാണിക്കരുത്. ഇഫ് യു ആർ റിയൽ ലീഡർ, യു വിൽ ടേക്ക് ദ ടാർഗറ്റ്. ഒരു ടാർഗറ്റിൽ നമ്മൾ ചെയ്യാൻ നമ്മുടെ ടീമിന് പ്രചോദനമായിട്ട് മാറാം. അങ്ങനെ എന്ത് ചെയ്യണം? നമ്മൾ 21 പടികൾ കയറാൻ നമ്മൾ തയ്യാറാണ്. ഇനി എല്ലാവരും നോട്ട് ബുക്കും പെന്നൊന്നും എടുത്തേ. നോട്ട് ബുക്കും പെന്നും എല്ലാവരും എടുത്തിട്ട് എഴുതിക്കോളൂ. നിങ്ങളുടെ ഗോളൊന്ന് സെറ്റ് ചെയ്യും. എഴുതിയോ? 30 ജൂൺ 2020 ഈ മാസം ഞാൻ ഇന്ന ലെവലിലെത്തും. ഒരു പക്ഷെ പുതിയ വ്യക്തികൾ ഉണ്ടായിരിക്കാം, അവരെഴുതും ഈ മാസം ഞാൻ ബിഗിനർ ആവും, സ്റ്റാർട്ടർ ആവും, എഴുതും. 30 ജൂൺ 2025 സാറേ ഞാൻ ഈ മാസം ഈ ലെവലിൽ ഞാൻ എത്തും. സാറേ ഞാൻ ഇപ്പൊ ഓപ്പണറാണ്, ഞാൻ ഈഗിളാവും. സാറേ ഞാൻ ഇന്ന ലെവലാണ്, ഇതിലേക്ക് എത്തും. എഴുതും. നിങ്ങളുടെ ഗോൾ അവിടെ എഴുതും. ആ ഡാഷ് ഇട്ടോർത്ത് നിങ്ങളുടെ ഗോൾ എഴുതും. എഴുതിയോ? എഴുതി. വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നവർ എഴുതും. 30 സെപ്റ്റംബർ 2025 ഇതെന്തിനാ? നമ്മുടെ ആനിവേഴ്സറി സെപ്റ്റംബർ മാസത്തെ അച്ചീവ്മെന്റിനെ ആസ്പദമാക്കിയിട്ടാണ് അവിടെ റെക്കഗ്നേഷൻ കിട്ടുക. അപ്പൊ സെപ്റ്റംബർ 30 ഞാൻ സ്റ്റാർ ആവും, ഞാൻ റോയൽറ്റി ഗോൾഡ് ആവും, ഞാൻ സ്റ്റാർ പ്ലാറ്റിനം ആവും, ഞാൻ ടെക്നിക്കൽ ആവും. എഴുതൂ. നിങ്ങൾ എഴുതുമ്പോൾ ഞാനല്ല കാണുന്നത്, നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ തന്നെ കാണും. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഫീഡാവും. നിങ്ങൾക്ക് നിങ്ങളോട് ഉത്തരവാദിത്തം വരും. നിങ്ങൾ ഉഷാറായിട്ട് പ്രവർത്തിക്കും. നിങ്ങൾ അച്ചീവ്മെന്റിൽ വരും. നിങ്ങളുടെ കുടുംബം സുരക്ഷിതമാവും. നിങ്ങളുടെ ടീമിന് പ്രചോദനമാവും. അവരും അത് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ അടുത്തടുത്ത ലെവലിലേക്ക് നിങ്ങളുടെ ടീം നിങ്ങളും പോകും. നമ്മുടെ സക്സസിന് വേണ്ടി നമ്മൾ ഇത് എഴുതണം. ലീഡറെ കാണിക്കാനല്ല എഴുതേണ്ടത്. ഞങ്ങളൊരു പ്രചോദനം തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? അപ്പോ സെപ്റ്റംബർ 30 2025 ഞാൻ ഈ ലെവലിലെത്തും. ഗോള് സെറ്റ് ചെയ്യും. നിങ്ങളുടെ ലെവൽ എഴുതൂ. സാറേ 31 ഡിസംബർ 2025 ഈ വർഷം അവസാനിക്കുമ്പോൾ ഞാൻ 2026 കടക്കുമ്പോൾ ഞാൻ ഇന്ന ലെവലിലെത്തും. എഴുതൂ. സെപ്റ്റംബർ 2026 എന്റെ ലെവൽ എന്നതായിരിക്കും. എത്ര പേര് എഴുതുന്നു എനിക്ക് പറയാൻ പറ്റില്ല. എഴുതുന്നവരെ എവിടെയെങ്കിലും എത്തും. എല്ലാവരെ കൊണ്ട് നമുക്ക് എഴുതിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ എഴുതൂ. 31 ഡിസംബർ 2026 31 ഡിസംബർ 2026 ഞാൻ എന്നതാവും. 30 സെപ്റ്റംബർ. എന്താ ഈ സെപ്റ്റംബർ എഴുതുന്നത്? നമ്മുടെ ആനിവേഴ്സറി പ്രോഗ്രാം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് എല്ലാ സെപ്റ്റംബറിന്റെയും ബിസിനസിനെ ആസ്പദമാക്കിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്കൊരു ഷോർട്ട് ടൈം ഗോൾ, മിഡ് ടൈം ഗോൾ ആൻഡ് ലോങ് ടൈം ഗോൾ ഉണ്ടാവണം. പക്ഷെ സത്യം പറഞ്ഞാൽ പല ആളുകൾക്കും ഈ ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് അറിയുന്നില്ല. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ആ ഗോൾ സെറ്റ് ചെയ്യുന്നതെന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇത് എഴുതിയത്. അപ്പൊ ഈ ലെവലിൽ നിങ്ങൾ ഈ ദിവസത്തിൽ നിങ്ങൾ ഏത് ലെവലിലെത്തും? അപ്പൊ എഴുതുമ്പോൾ നമുക്ക് നമ്മളോടൊരു ഉത്തരവാദിത്തം വരും. ഞാൻ എഴുതി പോയതല്ലേ, നിങ്ങൾ എഴുതി നോക്കൂ, നിങ്ങൾ അവിടെ എത്തിയിരിക്കും. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിനെ പഠിപ്പിക്കാൻ പറ്റും. ഇനി 30 സെപ്റ്റംബർ 2028, 30 സെപ്റ്റംബർ 2029, 30 സെപ്റ്റംബർ 2030, 30 സെപ്റ്റംബർ 2035 ഇത് ലോങ് ടൈം ഗോളാണ്. ആദ്യമായിട്ട് വന്നവർക്ക് തല ചുറ്റുന്നുണ്ടാവും. ഇവിടേക്ക് എത്തണം. അതാണ് ലോങ് വിഷൻ വേണമെന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെ വരെ എഴുതാൻ പറ്റും എഴുതുക. ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുന്നവർ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുക. ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഇത് എഴുതിയതിന് ശേഷം ഞാൻ റൈറ്റ് സൈഡിൽ ലെവലുകളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇത് എഴുതിയതിന് ശേഷം ഇന്ന് തന്നെ നിങ്ങളുടെ മെന്ററിന് അയച്ചു കൊടുക്കുക. എനിക്ക് അയച്ചു തരണ്ട. നിങ്ങളുടെ മെന്റർ ആരാണോ അവർക്ക് അയച്ചു കൊടുക്കുക ഫില്ല് ചെയ്തിട്ട്. നിങ്ങളുടെ മെന്റർ നിങ്ങളെ ഫോക്കസിലേക്ക് കൊണ്ടുവരും, നിങ്ങളെ സഹായിക്കും. എൻ്റെ ഈ ലീഡർ ചങ്കില് തീയുള്ള ആളാണ്, അവനെ വിജയിപ്പിക്കണം. അവരുടെ റഡാറിൽ നമ്മൾ വരും. എന്താ സംഭവം? നമ്മൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ ലീഡറിനെ അറിയില്ല. ഏത് ലീഡറിനെ അയച്ചു കൊടുക്കേണ്ടത്? നിങ്ങളുടെ ആക്റ്റീവ്, എഫക്റ്റീവ്, ഗ്രോയിങ്, കെയറിങ് അപ്ലൈൻ ആരാണോ നിങ്ങളുടെ മെന്ററും കൂടി. ഗ്രോയിങ്, അപ്ലൈൻ ആൻഡ് മെന്റർ. ഒരു മെന്റർ എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങളെ കെയർ ചെയ്യുന്ന ലീഡറിനും നിങ്ങളുടെ മെന്ററിനെ അയച്ചു കൊടുക്കുക. എനിക്ക് അയച്ചു തരണ്ട.
എൻ്റെ ടീമിലുള്ളവർ എനിക്ക് അയച്ചു തന്നു, നോ പ്രോബ്ലം. അപ്പൊ നിങ്ങളെ ഞാൻ ഫോക്കസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ഗോള് സെറ്റ് ചെയ്ത് ഉള്ളിൽ തീ നിറച്ച് വിജയിക്കുമെന്നുള്ള ദൃഢനിശ്ചയമെടുത്ത് പ്രതിസന്ധികളെ തരണം ചെയ്ത് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും ആർസിഎമ്മിലൂടെ വിജയിക്കാൻ സാധിക്കും. ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി, എൻ്റെ മോട്ടോർ സൈക്കിളാണത്, അതിൽ നിന്ന് ഫസ്റ്റ് കാർ വാങ്ങി, പിന്നെ ബുള്ളറ്റ് വാങ്ങി, ഇന്ന് നോക്കൂ 10-26 ലക്ഷം രൂപയുടെ ഒരു കാറിലാണ് ഞാൻ സഞ്ചരിക്കുന്നത്. അതാ ഉള്ളിൽ തീയുള്ളത് കൊണ്ടാ. ഇന്ന് ഈ കാറിൽ പോകുന്ന സമയത്തെ കളിയാക്കിയ ആളുകളുടെ മുന്നിക്കോടെയൊക്കെ പോകുമ്പോ എൻ്റെ വണ്ടി റോട്ടിലോടെ അല്ല പോവാ, കളിയാക്കിയ ആളുകളുടെ നെഞ്ചത്ത് കൂടെയാണ് എൻ്റെ ചക്രം ഇങ്ങനെ പോകുന്നത്, ഷൂ എന്നും പറഞ്ഞിട്ട്. മനസ്സിലാവണ്ട? ഇതേപോലൊരു വാശിയും കൂടി വേണം. എൻ്റെ വണ്ടിയുടെ ചക്രം റോട്ടിൽ കൂടെ അല്ല പോവാ, എന്നോട് കളിയാക്കിയ ആളുകൾ കാണുമ്പോൾ അവരെ നെഞ്ചത്ത് കൂടെ ചക്രം പോണത് ചും ചും എന്നും പറഞ്ഞിട്ട്. ഓക്കെ, ഒരു ഹരാണ്. ആ രീതിയിൽ നമുക്ക് പോകാൻ പറ്റില്ല. ഇതൊക്കെ ചെറിയ വണ്ടിയാ, ആർസിഎമ്മില് വണ്ടികൾ വരാൻ പോണുള്ളൂ. ഇത് പാവപ്പെട്ടവന്റെ എന്താ പറയാ, ബെൻസാണ്. എങ്കിലും കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. മൂർത്തി സാറ് ഹാരിയറിലെ പോയിരിക്കുന്ന. അപ്പൊ എന്തായാലും ഈ ലെവലിലേക്ക് എല്ലാവർക്കും എത്താൻ പറ്റും. നമുക്ക് ഡ്രീം വേണം. അതിന് തച്ചുടക്കാൻ ഒരുപാട് ആളുകൾ വരും. അതിനെ തച്ചുടക്കാൻ നമ്മൾ അനുവദിക്കരുത്. അതുകൊണ്ട് എല്ലാവരും ഉറച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് പോവാ. നോക്കൂ, ഇന്ന് റൈസിംഗ് കോർ ലീഡർ ആയിട്ട് നിൽക്കുമ്പോൾ വളരെ അഭിമാനമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 2016, 2017 എൻ്റെ വരുമാനം എന്ന് പറയുന്നത് 34,000 രൂപയുള്ളൂ. ഒരു വർഷത്തെ വാർഷിക വരുമാനം 34,000 ഫുൾ ടൈം വർക്ക് ചെയ്തിട്ട്. പക്ഷെ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 22 ലക്ഷം രൂപയാണ് വാർഷിക വരുമാനം വന്നിരിക്കുന്നത്. ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. നിന്നോ? ഇത് അവസാനിച്ചോ? കളി തുടങ്ങിയിട്ടുള്ളൂ മക്കളെ, കളി തുടങ്ങിയിട്ടുള്ള ആർസിഎമ്മില്. എൻ്റെ ടീമിൽ ഇതേപോലെ ഒരു 10-20 പേരെ കൊണ്ടുവരണം, ഇതാണ് എൻ്റെ ആഗ്രഹം. അജാതി ഒരു തീ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. സ്വപ്നങ്ങളുള്ള ആളുകൾക്ക് TCG പറഞ്ഞത്, ചെറിയ സ്വപ്നങ്ങളൊക്കെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പൂട്ടി വെക്കി, നിങ്ങൾ വലിയ സ്വപ്നങ്ങൾ ഉണർത്ത് മുന്നോട്ട് പോ. അപ്പോ ഈ ഒരു സിൽവർ ജൂബിലി വർഷത്തില് ഇവിടെ ഇരിക്കുന്ന എൻ്റെ എല്ലാ ചങ്കുകൾക്കും എല്ലാവർക്കും വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. ജയ് ആർസിഎം.